ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2014 ജനറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ പേപ്പർ 1 കോഡ് എ ആണ്. സോ ലെറ്റ് us start. First question, what are the significance of practical approach to the sugarcane production known as sustainable sugarcane initiative? സസ്റ്റൈനബിൾ ഷുഗർകെയിൻ ഇനിഷ്യേറ്റീവ് ആണ്. മേ ബി ഇതിൻ്റെ തിയറി അറിയണം എന്ന് വേണമെങ്കിൽ പറയാം. സസ്റ്റൈനബിൾ ഷുഗർകെയിൻ ഇനിഷ്യേറ്റീവ് എന്താണെന്ന് അറിയണം, അങ്ങനെ വേണമെങ്കിൽ ഇത് നോക്കാം. അല്ലെങ്കിൽ മെജോറിറ്റി ആളുകളും ചെയ്യുന്നത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ അത് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതെല്ലാ സമയത്തും വർക്ക് ആവണമെന്നില്ല. എല്ലാ ആളുകളും പറയുന്ന പോലെ പല എക്സ്ട്രീംസും ഡിലീറ്റ് ചെയ്തൊന്നും എല്ലാ സംഭവങ്ങളിലും വർക്ക് ആവില്ല. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് അത് വർക്ക് ആവാറുണ്ട്. സോ നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. സീഡ് കോസ്റ്റ് ഈസ് വെരി ലോ ഇൻ ദിസ് കമ്പയർഡ് ടു ദ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ. ഇതിൽ സസ്റ്റൈനബിൾ എന്നൊരു വേർഡ് പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൺവെൻഷണൽ മെത്തേഡ്സിനേക്കാളും എന്താണെങ്കിലും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. എന്താണെങ്കിലും കാര്യങ്ങൾ അതിനേക്കാളും ടഫായിരിക്കില്ല. സോ കൺവെൻഷണൽ മെത്തേഡിനേക്കാളും സീഡ് കോസ്റ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് മൈറ്റ് ബി റൈറ്റ്. സീഡ് കോസ്റ്റ് കുറവായിരിക്കാം. അടുത്തത്, സോ ഓപ്ഷൻ സി നമുക്ക് തൽക്കാലത്തേക്ക് എലിമിനേറ്റ് ചെയ്യാം. 2, ഡ്രിപ്പ് ഇറിഗേഷൻ ക്യാൻ ബി പ്രാക്ടീസ്ഡ് വെരി എഫക്റ്റീവ്ലി ഇൻ ദിസ്. ഡ്രിപ്പ് ഇറിഗേഷൻ എഫക്റ്റീവായിട്ട് പറ്റുന്നത് എന്ന് പറയുന്ന സസ്റ്റൈനബിൾ എന്ന സംഭവത്തിനോട് കുറേയൊക്കെ മാച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ 2 എന്താണെങ്കിലും ശരിയായിരിക്കാനാണ് സാധ്യത. സോ നമുക്ക് ഓപ്ഷൻ എയും എലിമിനേറ്റ് ചെയ്യാം. അടുത്തത്, ദർ ഈസ് നോ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഓർ ഇനോർഗാനിക് ഫെർട്ടിലൈസർ അറ്റ് ഓൾ ദിസ്. ഒരു കെമിക്കലും അല്ലെങ്കിൽ ഒരു ഇനോർഗാനിക് ഫെർട്ടിലൈസറും ഇതിലൊന്നിലും ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം അത് സസ്റ്റൈനബിൾ ആണെങ്കിൽ കൂടി പോസിബിൾ അല്ല. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവാം. സോ അതൊരു എക്സ്ട്രീം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ തെറ്റായിട്ട് എടുക്കാം. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റായിരിക്കാനാണ് സാധ്യത. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇതിൻ്റെ തിയറി പാർട്സ് നോക്കുകയാണെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് സസ്റ്റൈനബിൾ ഷുഗർകെയിൻ ഇനിഷ്യേറ്റീവ്സ് ടു ദ ഫാമേഴ്സ്. സോ അതിലെ ബെനിഫിറ്റായിട്ട് പറയുന്നത് ലെസ് സീഡ്സ് മതി, അതുകൊണ്ട് തന്നെ സീഡ് മെറ്റീരിയലൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ഹെൽത്തി സീഡ്ലിംഗ് ആണ്. വൈഡ് സ്പേസ് ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇൻ്റർ ക്രോപ്പിംഗ് ഇവിടെ സാധ്യമാണ്. ലെസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ, അഡാപ്റ്റിംഗ് ടു ന്യൂ വെറൈറ്റീസ്, ഇൻ്റർ ക്രോപ്സ് പ്രൊവൈഡ്സ് ആൻ അഡീഷണൽ ഇൻകം. സോ ഇത്രയാണ് സസ്റ്റൈനബിൾ ഷുഗർകെയിൻ ഇനിഷ്യേറ്റീവിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് a wetland of international importance is brought under the Montreux Record. Montreux റെക്കോർഡിനെ കുറിച്ചാണ്. wetland of international importance is brought under Montreux Record. What does it implies? wetland of international importance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംസർ കൺവെൻഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് wetlands of international importance. അതിലുള്ള ഒരു സംഭവമാണ് മോൺട്രക്സ് റെക്കോർഡ്. അതെന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു വെറ്റ്ലാൻഡ് മോൺട്രക്സ് റെക്കോർഡിൽ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസ് വായിച്ച് നോക്കാം. ഓപ്ഷൻസ് വായിക്കേണ്ടതൊന്നും ആവശ്യമില്ല, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്നുള്ളൊരു പോർഷനാണ്. സോ ഇറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ദ എക്കോളജിക്കൽ ക്യാരക്ടർ ഹാവ് occurred, are occurring or are likely to occur in wetland as a result of human interference. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹ്യൂമൻ ഇൻ്റർഫറൻസ് കാരണം ഒരു വെറ്റ്ലാൻഡിന് ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നു അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന വെറ്റ്ലാൻഡിനെയാണ് മോൺട്രക്സ് റെക്കോർഡിൽ ഉൾപ്പെടുത്തുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. ബാക്കി ഓപ്ഷൻസൊക്കെ വായിച്ച് നോക്കണം. ഒരു ഓപ്ഷനിൽ തന്നെ ആദ്യം ഒരു ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ അതാണ് ആൻസർ എന്ന് വിചാരിച്ച് അതിലിരിക്കരുത്. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. സോ അവരുടെ ആ ഒഫീഷ്യൽ സൈറ്റിലെ ഇൻട്രോന്ന് തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എടുത്തിട്ടുള്ളത്. Montreux record is registered of wetland site on the list of wetland of international importance where the changes in ecological characters have occurred, are occurring or are likely to occur as a result of technological development, pollution or other human interference. It is maintained as a part of Ramsar list. So മൂന്നാമത്തെ question is about geography എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 10 ഡിഗ്രി ചാനലിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ 8 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ, 10 ഡിഗ്രി ചാനൽ ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ അത് കാണാം. സോ 10 ഡിഗ്രി ചാനൽ എന്ന് പറയുമ്പോൾ ആൻഡമാനിനെയും നിക്കോബാർ ഐലൻഡുകളെയും വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ. സോ ഇതിൻ്റെ ഓപ്ഷൻ എ ആണ്. സോ ഇതാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാനിനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന ചാനലാണ് 10 ഡിഗ്രി ചാനൽ. ആൻഡമാൻ തന്നെ നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, സൗത്ത് ആൻഡമാൻ,
ലിറ്റിൽ ആൻഡമാൻ ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു പ്രോഗ്രാം ഓർ പ്രൊജക്ട് റിലേറ്റഡ് മിനിസ്ട്രി ഏതാണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് പ്രോഗ്രാം റോഡ് ടു പ്രോൺ ഏരിയ പ്രോഗ്രാം. റോഡ് ടു പ്രോൺ ഏരിയ പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. റോഡ് ടു പ്രോൺ ആയിട്ടുള്ള ഏരിയ പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ ഒന്ന് തെറ്റാണ്. രണ്ട്, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ് ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. സോ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ, രണ്ടും അപ്പോൾ തെറ്റാണ്. മൂന്നാമത്തത് നാഷണൽ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ റെയിൻഫെഡ് ഏരിയ. അത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. സോ മൂന്നും തെറ്റാണ്. സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ റോഡ് ടു പ്രോൺ ഏരിയ പ്രോഗ്രാം, ഡെസേർട്ട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒക്കെ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നാഷണൽ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് റെയിൻഫെഡ് ഏരിയാസ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു BNHS. BNHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. അത് പേര് എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. സോ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാർജസ്റ്റ് നോൺ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള NGO ആണ് ഇൻ ഇന്ത്യ, എൻഗേജ്ഡ് ഇൻ കൺസർവേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി റിസർച്ച്. ഇതിൻ്റെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേഷൻ ഓഫ് നേച്ചർ, പ്രൈമറി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ത്രൂ ആക്ഷൻ ബേസ്ഡ് ഓൺ ദ റിസർച്ച്, എഡ്യൂക്കേഷൻ, പബ്ലിക് അവയർനെസ് ഒക്കെയാണ്. ഇത് പബ്ലിക്കിന് വേണ്ടി നാച്ചുറൽ ട്രയൽസും ക്യാമ്പ്സും ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും പറഞ്ഞാൽ ഈ ആൻസർ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. വിത്ത് റെഫറൻസ് ടു ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഓട്ടോണോമസ് ഓർഗനൈസേഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ്. സോ അത് തെറ്റാണ്. ഇത് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ല, ഇതൊരു NGO ആണ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. ലാർജസ്റ്റ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് വിച്ച് എൻഗേജ്ഡ് ഇൻ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി റിസർച്ച്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ രണ്ടാമത് പറയുന്നത് ഇറ്റ് സ്ട്രൈവ് ടു കൺസർവ് നേച്ചർ ത്രൂ ആക്ഷൻസ് ബേസ്ഡ് റിസർച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അവയർനെസ്. അത് ശരിയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ മിഷൻ. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ മിഷൻ ഇറ്റ് സ്ട്രൈവ് ടു കൺസർവ് നേച്ചർ ത്രൂ ആക്ഷൻ ബേസ്ഡ് റിസർച്ച്, എഡ്യൂക്കേഷൻ, പബ്ലിക് അവയർനെസ്. മൂന്നാമത്തത് ഇറ്റ് ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് നാച്ചുറൽ ട്രയൽസ് ആൻഡ് ക്യാമ്പ് ഫോർ ജനറൽ പബ്ലിക്. അതും ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ ആൻസർ ഈസ് സി. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ BNSനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് 1883 എസ്റ്റാബ്ലിഷ് ചെയ്തത്. പാൻ ഇന്ത്യ വൈൽഡ് ലൈഫ് റിസർച്ച് ഓർഗനൈസേഷൻ. എനിക്കത് ക്ലിയർ ആണോന്ന് അറിയില്ല. ഇതിൽ 8 പേര് കൂടിയാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 2 പേര് ഇന്ത്യക്കാരാണ്. പബ്ലിക് അവയർനെസ്സിനെ കുറിച്ചും ബയോഡൈവേഴ്സിറ്റി റിസർച്ചിനെ കുറിച്ച് ഉള്ള ഒരു ലാർജസ്റ്റ് NGO ആണ് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ എൻവയോൺമെൻറ്റിൽ നിന്ന് തന്നെയാണ്. ക്വസ്റ്റ്യൻ ഈസ് റിലേറ്റഡ് ടു ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റി. ഞാനിതിൻ്റെ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്, PYQ ഷോർട്ട്സിലുണ്ടാവും. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ യു ക്യാൻ റെഫർ ദാറ്റ്. സോ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവ്സ് ആസ് എ ഫിനാൻഷ്യൽ മെക്കാനിസം ഫോർ 5 മേജർ കൺവെൻഷൻസ്. ഏതൊക്കെയാണോ മേജർ കൺവെൻഷൻസ് എന്ന് നിങ്ങൾ നോക്കണം. സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ ഫിനാൻഷ്യൽ മെക്കാനിസം ഫോർ കൺസർവേഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻസ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. 5 മേജറായിട്ടുള്ള കൺവെൻഷൻസിന് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് GF കൊടുക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം ഇത് തന്നെയാണ്. സോ ഓപ്ഷൻ എ ശരിയാണ്. രണ്ടാമത് ഒരു ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ബോത്ത് A and B. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വായിക്കുകയാണ്. ഇറ്റ് അണ്ടർടേക്സ് സയൻറ്റിഫിക് റിസർച്ച് ഓൺ ദ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ അറ്റ് ഗ്ലോബൽ ലെവൽ. ഇതൊരു തെറ്റായ കാര്യമാണ്. GF ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രമാണ് കൊടുക്കുന്നത്. എൻവയോൺമെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് മാത്രമാണ് കൊടുക്കുന്നത്. ഒരു തരത്തിലുള്ള സയൻറ്റിഫിക് റിസർച്ചും എൻവയോൺമെൻറ്റൽ ഇഷ്യൂവിൽ GF ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. സോ ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ ഈസ് ഫ്രം സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് 7th ക്വസ്റ്റ്യൻ ഉള്ളത്. സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്.
With reference to technologies for solar power production, consider the following statement. ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ഫോട്ടോവോൾട്ടായിക് പ്രൊഡക്ഷനും സോളാർ തെർമൽ പ്രൊഡക്ഷനും തമ്മിലുള്ള സോളാർ തെർമൽ ടെക്നോളജി ഫോട്ടോവോൾട്ടായിക് ടെക്നോളജി തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് പഠിക്കുന്നത് ബെറ്റർ ആയിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ സോളാർ തെർമൽ പാനൽസും സോളാർ ഫോട്ടോവോൾട്ടായിക് പാനൽസും ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഫിസിക്സിലേക്കൊന്നും നമ്മൾ പോകണ്ട. സോ വി ആർ പ്രിപ്പയറിംഗ് ഫോർ UPSC. ബേസിക്കലി ഇത് രണ്ടും എന്താണ്, സൺലൈറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ്, ഡിഫറെൻറ്റ് ഡിവൈസുകളാണ്. സോ ഡിഫറെൻറ്റ് ടെക്നോളജീസാണ്. സോ സോളാർ തെർമൽ പാനൽ എന്ന് പറയുമ്പോൾ അത് സൺലൈറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന റേഡിയൻ്റ് എനർജി ഹീറ്റ് എനർജി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു, ഡയറക്റ്റ് കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് സോളാർ പവർ ഫോട്ടോവോൾട്ടായിക് പാനൽസ് ആണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിനെ ഫോട്ടോവോൾട്ടായിക് സെൽസ് അല്ലെങ്കിൽ സോളാർ സെൽസ് വഴി ഇലക്ട്രിസിറ്റി ആയിട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ രണ്ട് മെക്കാനിസംസും ഒരു മാനുഫാക്ചറിങ് ബേസിസിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ തൽക്കാലത്തേക്ക് പഠിച്ചാൽ മതി. സോ ദാറ്റ്സ് അബൌട്ട് സോളാർ പവർ തെർമൽ പാനൽസ് ആൻഡ് സോളാർ ഫോട്ടോവോൾട്ടായിക് പാനൽസ്. സോ നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. Question is, with reference to technologies for solar power production, consider the following statements. Photovoltaic is a technology that generates electricity, direct conversion of light into electricity. നമ്മൾ പറയുന്ന ആ ഒരു സംഭവം ശരിയാണ്. ഫോട്ടോവോൾട്ടായിക് സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട് യൂസിങ് ഇൻ ദ സോളാർ സെൽസ്. സോ അത് ശരിയാണ്. വൈൽ സോളാർ തെർമൽ ഇസ് എ ടെക്നോളജി ദാറ്റ് യൂട്ടിലൈസ് സൺ റേസ് ടു ജനറേറ്റ് ഹീറ്റ് വിച്ച് ഈസ് ഫർദർ യൂസ് ടു ഇലക്ട്രിസിറ്റി ജനറേഷൻ പ്രോസസ്സ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ 1 കറക്റ്റാണ്. സോ ഓപ്ഷൻ 1 കറക്റ്റാണ്. നമുക്ക് ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഫോട്ടോവോൾട്ടായിക് ജനറേറ്റ് ആൾട്ടർനേറ്റീവ് കറണ്ട് വൈൽ സോളാർ തെർമൽ ജനറേറ്റ് ഡയറക്റ്റ് കറണ്ട്. രണ്ടും ഡയറക്റ്റ് കറണ്ട് തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 2 തെറ്റാണ്. സോ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ എ. എന്നാലും നമുക്ക് ഓപ്ഷൻ 3 ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യ ഹാസ് മാനുഫാക്ചറിംഗ് ബേസ് ഫോർ സോളാർ തെർമൽ ടെക്നോളജി ബട്ട് നോട്ട് ഫോർ ഫോട്ടോവോൾട്ടായിക്. ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യക്ക് മാനുഫാക്ചറിംഗ് ബേസിൽ സോളാർ തെർമലിൻ്റെയും ഫോട്ടോവോൾട്ടായിക്കിൻ്റെയും ടെക്നോളജീസ് അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. Eighth question കൾച്ചറിൽ നിന്നാണ്. സോ ഇറ്റ്സ് അബൌട്ട് ക്ലാസിക്കൽ ലാംഗ്വേജസ് ബൈ ദ ഗവൺമെൻറ്. 2014 2004 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നൊരു കാറ്റഗറി ആഡ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 6 ലാംഗ്വേജാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ളത്. 6 ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ TSKTMO. ഫസ്റ്റ് തമിഴ്, പിന്നീട് സാൻസ്ക്രിറ്റ്, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ. സോ ഇതിലേതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഓപ്ഷൻ ഈസ് ഗുജറാത്തി ഒരു ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ല, കന്നഡ ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്, തെലുങ്ക് ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് പെയർസ് ആൻഡ് വിച്ച് ഓഫ് ദ എബോവ് പെയർ ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്. ഡാംബ ടൈഗർ റിസർവ്സ് മിസോറാമിൽ തന്നെയാണ്. സോ ഇറ്റ്സ് കറക്റ്റ്ലി മാച്ച്. ഗുംതി വൈൽഡ് ലൈഫ് സാങ്ച്വറി അത് ത്രിപുരയിലാണ്, ഗുംതി വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോ ഇറ്റ്സ് ഇൻകറക്റ്റ്. സരാമതി പീക്ക് നാഗാലാൻഡിലാണ്. സോ 2, 1 ആൻഡ് 3 ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 10th question, with reference to conservation organization called Wetlands International. Wetlands International നമ്മൾ ക്വസ്റ്റ്യൻ 1 അല്ല, ഐ തിങ്ക് ക്വസ്റ്റ്യൻ 2 പഠിച്ചായിരുന്നു. വെറ്റ്ലാൻഡ്സ് ഓഫ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അത് റാംസർ സൈറ്റിൻ്റെയും മോൺട്രക്സ് റെക്കോർഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ദിസ് ഈസ് ഡിഫറെൻറ്റ്. വെറ്റ്ലാൻഡ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു NGO ആണ്. ഇറ്റ്സ് ഫോംഡ് ഇൻ 1954. റാംസർ കൺവെൻഷൻസ് വരുന്നത് 1971 So it is an intergovernmental organization formed by the countries
വിച്ച് ആർ സിഗ്നേച്ചറീസ് ടു റാംസർ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് മുന്നേ ഫോം ചെയ്ത ഒരു NGO ആണ്, 1954 ഫോം ചെയ്ത ഒരു NGO ആണ് വെറ്റ്ലാൻഡ് ഇൻ്റർനാഷണൽ. രണ്ടാമത്, ഇറ്റ്സ് വർക്ക് അറ്റ് ദ ഫീൽഡ് ലെവൽ ടു ഡെവലപ്പ് ആൻഡ് മൊബിലൈസ് നോളജ് ആൻഡ് യൂസ് ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ടു അഡ്വക്കേറ്റ് ഫോർ ദ ബെറ്റർ പോളിസീസ്. അത് ഒരു കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ B2 ഓൺലി ആണ്. With reference to a grouping of countries known as BRICS, consider the following statement. So, BRICSനെ കുറിച്ചാണ് question. The first summit of BRICS was held in Rio de Janeiro in 2009. BRICSനെ കുറിച്ച് പറയുവാണെങ്കിൽ 2010-ലാണ് BRICS ഫോം ചെയ്യുന്നത്. 2009-ലൊക്കെ അപ്പോൾ ഇറ്റ് വാസ് BRIC. BRIC മീൻസ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. വേൾഡിലെ എമേർജിംഗ് എക്കണോമീസ് കൂടിച്ചേർന്നൊരു ഗ്രൂപ്പാണ് BRIC. അതിൽ 2010-ലാണ് സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് BRIC ടേൺ ഇൻ ടു BRICS. സോ ഇത് തെറ്റായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫസ്റ്റ് സമ്മിറ്റ് ഓഫ് BRICS ഒരിക്കലും 2009 നടക്കാൻ സാധ്യതയില്ല. 2009 നടന്നിട്ടില്ല. 2009 BRICന്റെ ഒരു സമ്മിറ്റ്, BRICന്റെ ഫസ്റ്റ് സമ്മിറ്റ് നടന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഇൻ റഷ്യയിലെ എറ്റൻബർഗിലായിരുന്നു, നോട്ട് ഇൻ റിയോ ഡി ജനീറോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. So the next statement is South Africa was the last to join the BRIC grouping. BRIC groupingൽ അവസാനമായിട്ട് ജോയിൻ ചെയ്തത് സൗത്ത് ആഫ്രിക്കയാണ്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. 12th question ഹെൽത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ഡിസീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ഹാസ് ഓർ ഹാവ് ബീൻ എറാഡിക്കേറ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the options are diphtheria, chicken pox and small pox. Chicken pox നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോഴും നമ്മുടെ ലൊക്കാലിറ്റിയിൽ ചിക്കൻ പോക്സ് ഭയങ്കര ഫെമിലിയർ ആണ്. സോ ഇത് ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല. സോ 2 വരുന്ന ഓപ്ഷൻസ് റോങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും റോങ് ആണ്. ദെൻ ഡിഫ്തീരിയയും അപ്പോൾ എലിമിനേറ്റഡ് ഡിസീസ് അല്ല, ഇറാഡിക്കേറ്റഡ് ഡിസീസ് അല്ല. സ്മോൾ പോക്സ് ആണ് ഇന്ത്യയിൽ ഇറാഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഇൻ ദ ഗിവൺ ഓപ്ഷൻസ്. സോ ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. സ്മോൾ പോക്സ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഡിസീസ്. ഇറ്റ് വാസ് ഇൻ 1918. അത് കഴിഞ്ഞ് പോളിയോയും ഐ തിങ്ക് ടെറ്റനസും ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇന്ത്യയിലെ ഇറാഡിക്കേറ്റഡ് ഡിസീസ് എന്ന് നമുക്ക് നോക്കാം. സോ ദ ഡിസീസ് ഇറാഡിക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യ ഹാസ് ഇറാഡിക്കേറ്റഡ് സ്മോൾ പോക്സ് 1918. സ്മോൾ പോക്സ് ഇറാഡിക്കേറ്റ് ചെയ്തു. 2014-ലാണ് പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യുന്നത്. പ്ലാക്ക് ഇറാഡിക്കേറ്റ് ചെയ്തു. റിണ്ടൻ പെസ്റ്റ് എന്ന ഒരു ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്തു. യോസ് ആൻഡ് മെറ്റേണൽ ആൻഡ് നിയോനേറ്റൽ ടെറ്റനസ് എന്ന ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്തു. വെറും ടെറ്റനസ് അല്ല, നിയോനേറ്റൽ ടെറ്റനസ് ആണ് 2015 ഇന്ത്യ ഇറാഡിക്കേറ്റ് ചെയ്തത്. 13th question. Which of the following phenomena might have influenced the evolution of organism? Continental drift, glacial cycle. Select the correct answer using the code given below. So evolutionനെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഫിനോമിനാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. First one, continental drift ആണ്. Continental drift must have moved some animals from one continent to another continent, or a few getting stuck in some places. So അത് ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ എന്താണെങ്കിലും ചാൻസ് ഉണ്ട്. അടുത്തത് ഗ്ലേഷ്യൽ സൈക്കിൾ ആണ്. ഗ്ലേഷ്യൽ സൈക്കിളും ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾക്കൊന്നും ഈ ഗ്ലേഷ്യൽ സൈക്കിളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എക്സ്ട്രീം കോൾഡ് സിറ്റുവേഷൻസ് ചില അനിമൽസിനൊന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല. സോ ചില അനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആവാം, ചില അനിമൽസ് അവിടുന്ന് അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ട് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. സോ അത് രണ്ടും തന്നെ ഇവല്യൂഷനെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ബോത്ത് 1 and 2. 14th question എൻവയോൺമെന്റിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതർ ദാൻ പോച്ചിങ്, which are the possible reason for the decline in population of Ganges river dolphin? Ganges river dolphinന്റെ പോപ്പുലേഷൻ കുറയാനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ദ റീസൺസ് ആർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഗാൻജസ് റിവർ ഡോൾഫിൻസ് അതിന്റെ നമ്പേഴ്സ് ഡിക്ലൈൻ ആവാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ പോച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ട്. സോ ഫിഷൊക്കെ പോച്ച് ചെയ്യുമ്പോൾ ഫിഷിനെയൊക്കെ ക്യാച്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത് അറിയാതെ ഇത് പെട്ടു പോകുന്നതുകൊണ്ട് ഇവ അതിനെ ക്യാച്ച് ചെയ്യുന്ന ആളുകളും ഉണ്ട്. സോ പൊല്യൂഷന്റെ ഭാഗമായിട്ട് ഇതിന്റെ നമ്പർ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസറിന്റെ കാരണം കൊണ്ടും ഒക്കെ ഇതിന്റെ നമ്പേഴ്സ് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the statements are construction of dams and barrage on the river. ഇതൊരു റീസൺ ആണ് ഗാൻജസ് റിവർ ഡോൾഫിന്റെ ഡിക്ലിനേഷന്റെ. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് ക്രൊക്കഡൈൽസ് ഇൻ ദ റിവർ. ക്രൊക്കഡൈൽസ് ഇൻ ദ റിവറും ഗാൻജസ് റിവർ ഡോൾഫിനും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, അതിന്റെ ഡിക്ലൈനിന്റെ കാരണമല്ല. സോ ഓപ്ഷൻ 2 തെറ്റാണ്.
അത് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്നാൽ നമുക്ക് 3 വായിച്ചു നോക്കാം. ഗെറ്റിംഗ് ട്രാപ്ഡ് ഇൻ ദ ഫിഷ് നെറ്റ് ആക്സിഡന്റലി അതൊരു റീസൺ ആണ്. യൂസ് ഓഫ് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ അഗ്രികൾച്ചർ കെമിക്കൽസ് ഇൻ ദ ക്രോപ്പ് ഫീൽഡ് ഇൻ ദ വിസിനിറ്റി ഓഫ് ദ റിവർ, അതും ഒരു റീസൺ ആണ്. ഗാഞ്ചസ് റിവർ ടോപ്പിന്റെ ഡിക്ലിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. റാഡിക്ലിഫ് കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ടു. റാഡിക്ലിഫ് ലൈൻ നമുക്കറിയാവുന്നതാണ്, ഇന്ത്യ പാക് ബോർഡർ ആണ് റാഡിക്ലിഫ് ലൈൻ. സോ റാഡിക്ലിഫ് കമ്മിറ്റി എന്തിനാണെന്നുള്ളത് എളുപ്പമാണ്. ഡീലിമിറ്റ് ദ ബൗണ്ടറീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. സോ ദ ഓപ്ഷൻ ഈസ് സി. 16th ക്വസ്റ്റ്യൻ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പൊല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡന്റ് ആർ യൂസ്ഡ് ഇൻ മെനി ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ് ലൈക്ക് മാട്രസസ് ആൻഡ് അപ്ഹോൾസ്റ്ററി. വൈ ഈസ് ദർ സം കൺസേൺ അബൌട്ട് ദെയർ യൂസ്? ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസിന്റെ ഡിമെറിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ഗിവൺ ബിലോ. സോ ഫസ്റ്റ് വൺ ഈസ് they are highly resistant to degradation in the environment. അതൊരു കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് ഡീഗ്രഡേഷൻ ഭയങ്കര പാടാണ്. ആൻഡ് ദേ ആർ അബിൾ ടു അക്യുമുലേറ്റ് ഇൻ ദ ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ആദ്യം ഇത് അത്രത്തോളം ഒരു സംഭവങ്ങൾ കോസ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു അറിവ്. അതിന്റെ അഡ്ഹസീവ് പ്രോപ്പർട്ടീസ് കാരണം അത്രത്തോളം അബ്സോർപ്റ്റീവ് പ്രോപ്പർട്ടീസ് ഇതിന് കുറവാണ്, അഡ്ഹസീവ് ആണ്. സോ ഇത് കോസ് ചെയ്യില്ല എന്നായിരുന്നു. പിന്നീട് പഠനങ്ങൾ പറഞ്ഞതാണ് ഇത് ഗ്രാജുവലി നമ്മുടെ ഹെൽത്തിൽ എഫക്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിനടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന്. സോ ബോത്ത് ആർ കറക്റ്റ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ സി ആണ് ഉത്തരം. 17th ക്വസ്റ്റ്യൻ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ്. ദ ഫിനോമിന ഓഫ് ഹിബർനേഷൻ ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ആനിമൽസ്? വിച്ച് ഓഫ് ദ എബോവ് കൈൻഡ് ഓഫ് ആനിമൽസ്? 1 ബാറ്റ്, ബിയർ, റോഡന്റ്. ഈ 3 കൈൻഡ് ഓഫ് ആനിമൽസും ഹെബർനേഷൻ കോസ് ചെയ്യുന്ന ആളുകളാണ്. ഹിബർനേഷൻ ഇവർ 3 പേരിലും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ 1, 2, 3 ആണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നമുക്കിനി ഹിബർനേഷനും എസ്റ്റിവേഷനും എന്താണെന്ന് നോക്കാം. ഇത് രണ്ടും ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ്. ആനിമൽസിന്റെ ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് ഹിബർനേഷനും എസ്റ്റിവേഷനും. ഹിബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വിന്റർ സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഹിബർനേഷൻ ഈസ് വിന്റർ സ്ലീപ്പ് ആണ് ഹിബർനേഷൻ. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സമ്മർ സ്ലീപ്പ്. ഇത് എനിക്ക് എപ്പോഴും മാറി പോകാറുണ്ട്. ഞാൻ ഓർത്ത് വെക്കുന്നത് എസ്റ്റിവേഷൻ ഈസ് സമ്മർ സ്ലീപ്പ്, ഹിബർനേഷൻ ഈസ് വിന്റർ സ്ലീപ്പ് എന്നാണ്. സോ ഹിബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്ററിലെ ഹാർഷ് കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ അനിമലിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് ഹിബർനേഷൻ. എസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിലെ ഡ്രൈ ആൻഡ് ഹോട്ട് കണ്ടീഷനിൽ നിന്ന് ആനിമൽസിനെ രക്ഷപ്പെടാൻ വേണ്ടി ആനിമൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഡാപ്റ്റീവ് മെക്കാനിസം ആണ് എസ്റ്റിവേഷൻ. സോ അവരുടെ എനർജീസ് ഒക്കെ കൺസേർവ് ചെയ്യാനും ഫുഡിന്റെ കാസിറ്റി ഒക്കെ കുറക്കാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇവർ ഹെബർനേഷൻ ചെയ്യുന്നത്. എസ്റ്റിവേഷൻ അതുപോലെ തന്നെ വാട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ റെഡ്യൂസ് ദ വാട്ടർ ലോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അവോയ്ഡ് ഡിസിക്കേഷൻ ഡ്യൂറിംഗ് ദ ഹോട്ട് ആൻഡ് ഡ്രൈ പീരീഡ്. ഇത് ഹിബർനേഷൻ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ബിയർ, സ്ക്വറൽസ്, ബാറ്റ്, ഹെഡ്ജ് ഹോഗ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. എസ്റ്റിവേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ളത് സ്നെയിൽ, ഡെസേർട്ട് ടോർട്ടോയിസ്, ആഫ്രിക്കൻ ലങ് ഫിഷ്, ഫ്രോഗ്സ് ഒക്കെ എസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ്. സോ ടെമ്പറേറ്റ് പോളാർ റീജിയനിലുള്ള ആനിമൽസ് ആണ് ഹിബർനേഷൻ കാണിക്കുന്നത്. എസ്റ്റിവേഷൻ കാണിക്കുന്നത് ഡെസേർട്ട് ആരിഡ് റീജിയനിലുള്ള ആനിമൽസ് ആണ് എസ്റ്റിവേഷൻ കാണിക്കുന്നത്. 18th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ് കമ്മിറ്റി ക്വാളിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ്സ് ആണ് ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് പാർലമെന്റ്. ഏതൊക്കെയാണ് പാർലമെന്റ് കമ്മിറ്റീസ്, അതിന്റെ നമ്പേഴ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. Parliament committees. The estimate committee is the largest committee of the parliament. It has 30 members and all these members are from Lok Sabha. This committee tries to report economy and efficiency of the expenditure. A minister cannot be elected as a member or chairman of the estimate committee. Public account committeeയിലും കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സിലും 22 മെമ്പേഴ്സ് ആണ് ഉള്ളത്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 മെമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ് ആയത്. And about committees on petition, both Lok Sabha and Rajya Sabha have their committee on petition. While Lok Sabha has 15 members, Rajya Sabha has 10 members on committee on petition. So 19th question. Which of the following adds or add carbon dioxide to the carbon cycle on the planet Earth? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് ചോദിക്കുന്നത്.
സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നമുക്കറിയാം, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജൻ ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ 3 എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ എയും ഡിയും പോകാൻ പറ്റും. ദെൻ റെസ്പിറേഷന്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. 2 റൈറ്റ് ആണ്. വോൾക്കാനിക് ആക്ഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഗ്യാസസ് റിലീസ് ചെയ്യുന്നുണ്ട്, അതിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. സോ ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. അപ്പോൾ തന്നെ ആൻസറിലേക്ക് എത്തും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഡീകെ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സിന്റെ ഭാഗമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്സ് എർത്തിലേക്ക് ആഡ് ആവുന്നുണ്ട്. സോ ഓപ്ഷൻ സി 1, 2 and 4 ഓൺലി ആണ് ആൻസർ ആയിട്ടുള്ളത്. 20th question. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഫ്രം എൻവയോൺമെന്റ്. If you walk through countryside, you are likely to see some birds stalking along the side of cattle to seize the insects disturbed by their movement through the grasses. Which of the following is or are such bird or birds? ഏതാണ് അത്തരത്തിലുള്ള ബേർഡ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ബേർഡ്സ് ആർ ഇൻസെക്ടിവോഴ്സ് ആയിരിക്കണം ആ ബേർഡ്സ് എന്താണെങ്കിലും. സോ പെയിന്റഡ് സ്റ്റോർക്ക് ഒരു ഫിഷ് ഈറ്റിംഗ് ബേർഡ് ആണ്, അത് ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്ന ബേർഡ് അല്ല. സോ ഓപ്ഷൻ 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കോമൺ മൈന ഒരു ഒക്കേഷണലി ഇൻസെക്റ്റിനെ ഫീഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഫീഡർ ഓൺ ഇൻസെക്ട്സ് ആണ്. സോ കോമൺ മൈന ഒരു ശരിയായ ഓപ്ഷൻ ആണ്. ദെൻ ബ്ലാക്ക് നെക്ക്ഡ് ക്രെയിൻ പൊതുവെ കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ റീജിയണിലാണ്. സോ ദേ ആർ ഫൗണ്ട് ഇൻ അരുണാചൽ പ്രദേശ്, ലഡാക്ക് റീജിയണിലൊക്കെയാണ് ഇവർ കാണപ്പെടുന്നത്. സോ അത് കൺട്രി സൈഡിൽ നമ്മൾ നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല. സോ ഓപ്ഷൻ 3 നമുക്ക് കളയാം. സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കോമൺ മൈന മാത്രമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം മിഡീവൽ ഇന്ത്യയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മിഡീവൽ ഇന്ത്യ. In medieval India, the designations Mahattara and Pattagila were used for. Medieval India designations Mahattara and Pattagila is used for village headman. Village headman എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the leader of that community in that village who owns the most amount of land. അതിനെയാണ് village headman എന്ന് പറയുന്നത്. അവരെ റെപ്രസെന്റ് ചെയ്യാനുള്ള designations ആയിരുന്നു Mahattara and Pattagila. Next question, environment എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 22nd question. So, question is, lichens which are capable of initiating ecological succession, even on a bare rock, are actually a symbiotic association of lichens. എന്തിന്റെ symbiotic association ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. lichens are symbiotic association of algae and fungi. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. lichensനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. So, lichens are not a single organism. It is a stable symbiotic association between fungus and algae. ആൽഗയും ഫംഗസും കൂടിയുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷന്റെ പേരാണ് എന്ത്? ലൈക്കൺ എന്ന് പറയുന്നത്. സോ ഇതിൽ ആൽഗയിൽ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് വഴി ഫംഗസിന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഫംഗസ് എന്ത് ചെയ്യും? ആൽഗയ്ക്ക് റൂട്ടുള്ളത് കൊണ്ട് തന്നെ മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്യുകയും പിന്നീട് എന്താണ് ഇതിനൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. സോ ഇങ്ങനെയുള്ള ഒരു മ്യൂച്വലിസം ആണ് ഇതിന്റെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. സോ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുന്നതുകൊണ്ട് തന്നെ ആൽഗൽ കോമ്പണന്റിനെ ഫൈക്കോബോയണ്ടും എന്നും ഫംഗൽ കോമ്പണന്റിനെ മൈക്കോബോയണ്ട് എന്നും പറയപ്പെടുന്നു. 23rd question is from geography. +1 NCERT geography എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. If you travel through Himalayas, you are likely to see which of the following plants naturally growing there. ഏതൊക്കെ ട്രീസ് ആണ് ഹിമാലയാസ് റീജിയനിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ ഓക്ക്, റോഡൻഡ്രോൺസ് ആൻഡ് സാൻഡൽവുഡ്. ഓക്കും റോഡൻഡ്രോൺസ് ദ ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ കാണപ്പെടുന്ന പ്ലാന്റ്സ് ആണ് ഓക്കും റോഡൻഡ്രോൺസും. ടെമ്പറേറ്റ് ഫോറസ്റ്റ് മെയിൻലി കാണപ്പെടുന്നത് എവിടെയാണ്? ഫൗണ്ട് ഇൻ മിഡിൽ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഹിമാലയാസിന്റെ മിഡിൽ ആൾട്ടിറ്റ്യൂഡിലാണ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അവിടെ കാണപ്പെടുന്ന മേജർ പ്ലാന്റ്സ് ആണ് ഓക്കും റോഡൻഡ്രോൺസും. സാൻഡൽവുഡ്സ് പൊതുവെ കാണപ്പെടുന്നത് എവിടെയാണ്? ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിലാണ് സാൻഡൽവുഡ്സ് കാണപ്പെടുന്നത്. സോ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയാണുള്ളത്? മെയിൻ ആയിട്ടും വെസ്റ്റേൺ ഗട്ട്സിലും ആൻഡ് ഡെക്കാൻ പ്ലാറ്റ്യൂ, നോർത്തേൺ പ്ലെയിൻ ആ റീജിയനിലൊക്കെയാണ് ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അവിടെയാണ് സാൻഡൽവുഡ്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. നെഗ്ലിജിബിൾ അമൗണ്ടിൽ ഹിമാലയാസിലൊക്കെ കാണപ്പെടുന്നുണ്ട്. സോ ഇത് നാച്ചുറലി എവിടെയൊക്കെയാണ് വളരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഈസ് A 1 and 2, ഓക്ക് ആൻഡ് റോഡൻഡ്രോൺ ആണ് ആൻസർ ആയിട്ട് വരിക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ ഫ്രം എൻവയോൺമെന്റ് ആണ്. പൊല്യൂഷൻ എന്ന പാർട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സം ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻസ് റിലീസ്ഡ് ബൈ ദ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ? സ്റ്റീൽ ഇൻഡസ്ട്രീസ് മെയിൻ ആയിട്ടും റിലീസ് ചെയ്യുന്നത് ഓക്സൈഡ്സ് ഓഫ് സൾഫർ, നൈട്രജൻ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം സ്റ്റീൽ ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്യും. സോ എല്ലാ സംഭവങ്ങളും വരും. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഓൾ ദി അബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 25th ക്വസ്റ്റ്യൻ ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കിങ്ഡംസ് were associated with the life of ബുദ്ധ? ബുദ്ധയുടെ ലൈഫായിട്ട് അസോസിയേറ്റ് ചെയ്ത കിങ്ഡംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ബുദ്ധ ട്രാവൽഡ് ത്രൂ ദ ടൗൺസ് ആൻഡ് വില്ലേജസ് ഇൻ ദ കിങ്ഡം ഓഫ് കോസല ആൻഡ് മഗധ എന്ന് ടെക്സ്റ്റിലുണ്ട്. സോ കോസല ആൻഡ് മഗധ ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ലൈഫ് ഓഫ് ബുദ്ധ. Gandhara is not directly associated with the life of Buddha. During the rule of Ashoka, Gandhara was influenced by the Buddhist culture but not related to life of Buddha directly. സോ അവന്തിയും അതുപോലെ തന്നെ ലൈഫ് ഓഫ് ബുദ്ധയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടില്ല. കോസല ആൻഡ് മഗധയാണ് ലൈഫ് ഓഫ് ബുദ്ധയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. കോസല ആൻഡ് മഗധയാണ് ലൈഫ് ഓഫ് ബുദ്ധയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26th ക്വസ്റ്റ്യൻ ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നുള്ളതാണ്. ഒരു കറണ്ട് അഫെയർ ആണ്. അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ കാണുമ്പോൾ അതൊന്ന് ഓർക്കണം. ആ ഒരു സമയത്തുള്ള സംഭവങ്ങളെല്ലാം ഇപ്പോൾ മാറിയിട്ടുണ്ട്. കൾച്ചറിലെ ക്വസ്റ്റ്യൻ അല്ല ഞാൻ പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കറണ്ട് അഫെയർസ് ഫ്രം എക്കണോമി ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. എവറി ഇയർ the question is every year a month-long ecologically important campaign or festival is held during which certain communities or tribe plants sapling or fruit-bearing trees. Which of the following are such communities and tribes? ഒരു പ്രത്യേക തരം കമ്മ്യൂണിറ്റീസ് ഓർ ട്രൈബിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് മധ്യപ്രദേശിലെ ബേട്ടൂൾ ആൻഡ് ഹർദ ഡിസ്ട്രിക്റ്റിലാണ് ഹരി ജിറോട്ടി എന്ന് പറഞ്ഞ ഒരു സെലിബ്രേഷൻ ഉള്ളത്. ആ സെലിബ്രേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മന്ത് ലോങ് ഫെസ്റ്റിവൽ ഓഫ് ഗ്രീനറി ഡ്യൂറിംഗ് വിച്ച് ദ ട്രൈബൽ പ്ലാന്റ് സാപ്ലിംഗ് ഓഫ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ്. സോ ആ ഒരു സമയത്ത് ഈ ട്രൈബൽസ് ഇത്തരത്തിലുള്ള ട്രീസ് പ്ലാന്റ് ചെയ്യുന്ന ഒരു മന്ത് ലോങ് നല്ല ഫെസ്റ്റിവൽ ആണല്ലേ, ഒരു മന്ത് ലോങ് ഫെസ്റ്റിവലാണ് ഇത് മധ്യപ്രദേശിലുള്ള. സോ ആ ഒരു ട്രൈബിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോണ്ട് ആൻഡ് കോർക്കു എന്ന് പറയുന്ന ട്രൈബ്സ് ആണ്. ആ ട്രൈബ്സ് ആർ ഫ്രം മധ്യപ്രദേശ്. ഈ ട്രൈബ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഒരു UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. സോ ഓപ്ഷനിലുള്ള കമ്മ്യൂണിറ്റീസ് ഓർ ട്രൈബ്സ് ഏത് സ്റ്റേറ്റിലാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ബൂട്ടിയ ആൻഡ് ലെപ്ച എന്ന് പറഞ്ഞാൽ ഇൻഡിജീനസ് ട്രൈബ്സ് ഓഫ് സിക്കിം ആണ്. ലെപ്ച ആൻഡ് ബൂട്ടിയ ഈസ് ട്രൈബ്സ് ഓഫ് സിക്കിം. ഇരുള ആൻഡ് തോട നമുക്ക് പേരിൽ നിന്ന് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. ട്രൈബൽസ് ഓഫ് നീൽഗിരി ഹിൽസിലുള്ള തമിഴ്നാട് നിന്നുള്ള കമ്മ്യൂണിറ്റീസ് ആണ്, ട്രൈബ്സ് ആണ് ഇരുള ആൻഡ് തോട. സഹരിയ ആൻഡ് അഗരിയ ആർ ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഓഫ് മധ്യപ്രദേശ്. സോ ഗോണ്ട് ആൻഡ് കോർക്കു കമ്മ്യൂണിറ്റീസ് ഓഫ് മധ്യപ്രദേശ് ആണ് ഹരി ജിറോട്ടി എന്ന ഈ ഒരു പ്രത്യേകതരം സെലിബ്രേഷൻ ചെയ്യുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ 27th ക്വസ്റ്റ്യൻ എക്കണോമി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സെയിൽ ടാക്സ് യു പേ വൈൽ പർച്ചേസിംഗ് എ ടൂത്ത് പേസ്റ്റ് ഈസ്. സെയിൽ ടാക്സ് ഓൺ ടൂത്ത് പേസ്റ്റ് ഈസ് ടാക്സ് and the tax imposed and collected by the central government. Tax on toothpaste comes under 2014 ക്വസ്റ്റ്യൻ ആണ്. സോ അത് കൺസിഡർ ചെയ്യണം, അത് ആലോചിക്കണം. ടാക്സ് ഓൺ ടൂത്ത്പേസ്റ്റ് കംസ് അണ്ടർ CST ആക്ട് വിച്ച് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. നൗ ഈ ടാക്സ് ഓൺ ടൂത്ത്പേസ്റ്റ് ഒക്കെ കംസ് അണ്ടർ GST ആണ്. ഇത് 2014 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28th ക്വസ്റ്റ്യൻ ഈസ് ഫ്രം എക്കണോമി ആണ്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ? വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ വെഞ്ചർ ക്യാപിറ്റൽ എന്നാണ് ഓപ്ഷൻ നോക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പ്രൈവറ്റ് ഇക്വിറ്റി പ്രൊവൈഡഡ് ബൈ കുറച്ച് വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരു സ്മോൾ ബിസിനസ് കമ്പനീസ്, സ്മോൾ ഓൺടർപ്രണേഴ്സിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് വെഞ്ചർ ക്യാപിറ്റൽസ്. വെഞ്ചർ തുടങ്ങാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് സ്മോൾ ആയിട്ടുള്ള കമ്പനീസിന്, ബിസിനസ് കമ്പനീസിന് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് വെഞ്ചർ ക്യാപിറ്റൽസ്. ഈ എമൗണ്ട് എത്ര എന്നാണെന്നൊന്നുമില്ല, ഇറ്റ് മേ വേരി. സോ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം റിസ്ക് ക്യാപിറ്റൽ. ലോങ് ടേം റിസ്ക് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ടു ഫിനാൻസ് എ ഹൈ ടെക്നോളജി പ്രൊജക്ട്, നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു എന്തായിരിക്കണം, ഒരു സ്മോൾ ബിസിനസ് കമ്പനി ആയിരിക്കണം, എന്നാലാണ് ഈ ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. മേ ബി ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക്, പക്ഷേ അവരെന്തായിരിക്കണം ലോങ് ടേമിൽ ഹൈ പൊട്ടൻഷ്യൽ ഗ്രോത്ത് അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. സോ അങ്ങനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കുന്നത്. സോ ലോങ് ടേമിൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലാണ് ന്യൂ ഓൺടർപ്രണേഴ്സിന് വെൽത്തി ആയിട്ടുള്ള
വെൽത്തി ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് കൊടുക്കുന്ന ലോങ് ടേം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റലാണ് വെഞ്ചർ ക്യാപിറ്റൽസ്. ഇതാണ് വെഞ്ചർ ക്യാപിറ്റൽസ്. സോ ഓപ്ഷനിൽ നോക്കുമ്പോൾ എ ലോങ് ടേം സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ പ്രൊവൈഡ് ടു ന്യൂ ഓൺടർപ്രണേഴ്സ്. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. Next question, 29th question. Question is from economy. The main objective of 12th 5-year plan is 12th 5-year plan. 5-year plan ഒന്നും ഇപ്പോൾ ഇല്ല. So 12th 5-year plan was on 2012 to 2017 ആയിരുന്നു 12th 5-year plan. ഇതിന്റെ ഒബ്ജക്റ്റീവ് വാസ് എന്താണ് സസ്റ്റൈനബിൾ, ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്. ഇറ്റ് വാസ് ദ ലാസ്റ്റ് 5-year plan. 12th 5-year plan was the last 5-year plan. 5-year plans ഒന്നും ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇത് കഴിഞ്ഞാണ് നീതി ആയോഗ് ഒക്കെ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്കണോമിയിൽ ഡീൽ ചെയ്യാം. സോ ഇറ്റ് വാസ് എ ലാസ്റ്റ് 5-year plan ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഓപ്ഷൻ ഡി, ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓപ്ഷൻ ഡി ആണ് 12th 5-year പ്ലാനിന്റെ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് ഫ്രം എക്കണോമിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് with reference to balance of payment, which of the following constitutes the current account? Balance of payment ile current account ഉള്ളത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് ഇൻവിസിബിളും ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഓപ്ഷൻ ഈ സി 1 and 3 ആണ് ഇതിന്റെ ആൻസർ. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് കുറച്ചൊരു ലോങ് കോൺസെപ്റ്റ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിയിൽ ഡിസ്കസ് ചെയ്യാം. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ളൊരു രീതിയിൽ നമുക്ക് നോക്കാം. So balance of payment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻ ഓഫ് ദ റെസിഡന്റ് ഓഫ് എ കൺട്രി വേഴ്സസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന് 4 പാർട്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്സ് കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടുമാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ കൺസിഡർ ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് വിസിബിൾസും ബാലൻസ് ഓഫ് ഇൻവിസിബിൾസും. ബാലൻസ് ഓഫ് വിസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് ഗുഡ്സ്. ബാലൻസ് ഓഫ് ഇൻവിസിബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് അതിൽ വരും, ഇൻകം അതിൽ വരും, ട്രാൻസ്ഫേഴ്സിലേക്ക് ഗിഫ്റ്റ്, ഡൊണേഷൻ, ഗ്രാൻസ്, റെമിറ്റൻസ് ഒക്കെ ഇതിൽ വരും. സോ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഗുഡ്സ് പിന്നെ സർവീസസ്. ഗുഡ്സും സർവീസസും വരുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിലാണ്. കൂടാതെ ഇൻകം, ട്രാൻസ്ഫർ, ഗിഫ്റ്റ്, റെമിറ്റൻസ് എല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ലോണ്, ബാങ്കിങ് ക്യാപിറ്റൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ വാസ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറണ്ട് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെയാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ ബാലൻസ് ഓഫ് ട്രേഡ് വരുന്നതും ബാലൻസ് ഓഫ് ഇൻവിസിബിൾ വരുന്നതും എന്തിലാണ്? കറണ്ട് അക്കൗണ്ടിലാണ്. 1 and 3 ആണ് ആൻസർ. ഫോറിൻ അസറ്റ്സും സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് ഒക്കെ വരുന്നത് എന്തിലാണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്നത് എന്തിലാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the term marginal standing facility rate and net demand and time liabilities sometimes appear in the news are used in relation to option A bank operation, option B communication networking, C military strategies, D supply and demand of agricultural product. Economy എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഈസ് എ ടേം റിലേറ്റഡ് ടു ബാങ്കിങ് ഓപ്പറേഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIയുടെ അടുത്തുനിന്ന് സോ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് RBIയുടെ അടുത്തുനിന്ന് അവരുടെ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അവിടുന്ന് ബറോ ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ബാങ്ക് RBIയുടെ അടുത്തുനിന്ന് ബറോ ചെയ്യുന്ന ഒരു വിൻഡോ. ഇറ്റ്സ് ഒരു എമർജൻസി കണ്ടീഷനിലാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അത് RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് 2011-2012 ഈ ഒരു സംഭവം വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. സോ ഓപ്ഷൻ എ ആണ് ബാങ്കിങ് ഓപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം ആണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് എക്കണോമിയിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഓർ ആർ ദ ഫെസിലിറ്റി ഓർ ഫെസിലിറ്റീസ് ആർ beneficiaries can get from the service of business correspondent അഥവാ ബാങ്ക് സാത്തി ഇൻ ബ്രാഞ്ചിലെസ് ഏരിയാസ്. ഈ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന സർവീസ് വഴി എന്തൊക്കെയാണ് ഒരു ബെനിഫിഷ്യറിക്ക് കിട്ടുന്നത് ബ്രാഞ്ച് ഇല്ലാത്ത ആ ഒരു ഏരിയയിൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെന്താന്നുള്ളതിന്റെ തിയറി പാർട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. ഇറ്റ് എനബിൾസ് ദ ബെനിഫിഷ്യറീസ് ടു ഡ്രോ ദെയർ സബ്സിഡീസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഇൻ ദെയർ വില്ലേജ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. അവരുടെ വില്ലേജിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡീസും സോഷ്യൽ സെക്യൂരിറ്റീസും കൊടുക്കും എന്നുള്ളൊരു സംഭവം. അതൊരു ബേസിക് കാര്യമാണ്. അത് മേ ബി റൈറ്റ് ആവാം. ഇറ്റ് എനബിൾസ് ദ ബെനിഫിഷ്യറീസ് ഇൻ ദ റൂറൽ ഏരിയാസ് ടു മേക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ. അത് ബാങ്കിങ്ങിന്റെ ഒരു ബേസിക് കാര്യമാണ്.
അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ എന്താണെങ്കിലും ആ രണ്ട് ബെനിഫിറ്റും ബാങ്കിങ് സർവീസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബ്രാഞ്ചിലെസ് ഏരിയാസിൽ. സോ ഓപ്ഷൻ ബോത്ത് 1 and 2 ആണ്. ഇതിന്റെ തിയറി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2006 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്, ഒരു മോഡലാണ് ബാങ്ക് റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ ആ ബിസിനസ് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സം ഏജന്റ്സ് ഹു റെപ്രസെന്റ് ബാങ്ക്സ് ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡെലിവറിംഗ് ബാങ്കിങ് സർവീസ് അറ്റ് ലൊക്കേഷൻ അതർ ദാൻ എ ബാങ്ക് ബ്രാഞ്ച് ഓർ ATM. It enables the government subsidies and social security benefit to directly credited to the account of the beneficiaries, enabling them to draw the money from the bank sati or bank correspondent. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് സാത്തി അല്ലെങ്കിൽ ബാങ്ക് കറസ്പോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന ആ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ബാങ്ക് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി. അതുവഴി അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടാവണം എന്നില്ല, അവർ ഡയറക്ട്ലി ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സും റൂറൽ കാര്യങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കും. ഇതാണ് ബാങ്ക് കറസ്പോണ്ടന്റ് അല്ലെങ്കിൽ ബാങ്ക് സാത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. എക്കണോമി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ പർപ്പസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെന്റ് എന്നുള്ളൊരു സംഭവം വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യങ്ങളാണുള്ളത്, CRRഉം SLRഉം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും ക്യാഷ് റിസർവ് റേഷ്യോയും. എന്താണ് ക്യാഷ് റിസർവ് അല്ലെങ്കിൽ എന്താണ് SLR എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്കണോമിയിൽ ഒരു നല്ലൊരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് എക്കണോമി പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള രൂപത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. സോ RBI ഒരു ബാങ്ക്, ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്. RBIയുടെ അടുത്ത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫ്രാക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഒരു ഫ്രാക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതാണ് നമ്മുടെ CRR ആൻഡ് ക്യാഷ് റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ കയ്യിൽ തന്നെ RBI പറഞ്ഞതിനനുസരിച്ച് RBIയുടെ റേറ്റ് അനുസരിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കിന്റെ കയ്യിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഈ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBIക്ക് ബാങ്കിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അത് വെറുതെ കൺട്രോൾ ചെയ്യല്ല, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഇൻഫ്ലേഷൻ പോലുള്ള അല്ലെങ്കിൽ റിസഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണ്. ഇൻഫ്ലേഷൻ എന്തെങ്കിലും വരുമ്പോഴൊക്കെ SLRന്റെ സംഭവങ്ങൾ കുറക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അതൊരു എക്കണോമിയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. സോ ഇത് ബാങ്കിന്റെ അത്യാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ബാങ്കിന് എന്തിനെങ്കിലും പ്രിവെന്റ് ചെയ്യാനോ ബാങ്കിന് സംഭവങ്ങൾ എന്തെങ്കിലും പ്രോഫിറ്റ് തടയാനോ പ്രോഫിറ്റ് കൂട്ടാനോ ഉള്ള സംഭവമല്ല SLR അല്ലെങ്കിൽ CRR. ഇത് RBIക്ക് കൺട്രോൾ ചെയ്യാനും പിന്നെ മൊത്തത്തിലുള്ള ഇൻഫ്ലേഷൻ കാര്യങ്ങൾക്കുള്ള വേണ്ടിയുള്ള ഒരു പ്രിക്വേഷണറി മെഷറാണ് SLRഉം CRRഉം ഒക്കെ. സോ അത് മനസ്സിലാക്കി ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. So first statement is to enable the central bank to control the amount of advance the bank can create. അതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. RBI ബാങ്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. To make the people's deposit with the bank safe and liquid. അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ബാങ്കിന്റെ കാര്യങ്ങളെ ഒന്നും തടയാനുള്ളതല്ല അല്ലെങ്കിൽ ഒന്നും അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാനുള്ളതല്ല. To prevent the commercial bank from making excessive profit. അതും തെറ്റായ ഒരു കോൺസെപ്റ്റ് ആണ്. To force the bank to have sufficient vault cash to meet their day-to-day requirement. അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു പ്രിക്വേഷണറി മെഷർ ആണ്, ഇതൊരു കൺട്രോളിങ് മെഷർ ആണ്. അല്ലാതെ ബാങ്കിന് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല, അല്ലെങ്കിൽ ബാങ്കിനെ എന്തിനെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതോ പ്രിവെന്റ് ചെയ്യുന്നതോ ഒന്നുമല്ല. സോ ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം ശരിയാക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്. സോ 1 ഓൺലി ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. CRE എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയാം. Recently, a series of uprising of people referred to as Arab Spring originally started from. നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് 2014 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. കറണ്ട് അഫയേഴ്സ് ആർ റിലേറ്റഡ് ടു മേ ബി 2010 to 13, 14 ഒക്കെയുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. സോ അറബ് സ്പ്രിംഗ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രം ട്യൂണീഷ്യ. അറബ് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ആണ് അഗെയിൻസ്റ്റ് ഒപ്രസീവ് റെജീംസ് ആൻഡ് ലോ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ്. അത് സ്റ്റാർട്ട് ചെയ്തത് 2010 ഡിസംബറിലാണ് ട്യൂണീഷ്യയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ 35th ക്വസ്റ്റ്യൻ IRE എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്.
കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ് വിച്ച് ഓഫ് ദ എപ്പോ ആർ മെമ്പേഴ്സ് ഓഫ് ആർട്ടിക് കൗൺസിൽ. ആർട്ടിക് കൗൺസിലിന്റെ മെമ്പേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർട്ടിക് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീഡിംഗ് ഇന്റർ ഗവൺമെന്റൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് കോപ്പറേഷൻസ് ഇൻ ആർട്ടിക് ആണ്. സോ അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ആ ഒരു റീജിയണിലെ ഒക്കെ തന്നെ കൺട്രീസ് ആണ്. ആർട്ടിക് കൗൺസിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ ആർട്ടിക് കൗൺസിലുള്ളത് ആർട്ടിക് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8 സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക് സ്റ്റേറ്റ്സ് ആയിട്ടുള്ളത്. കാനഡ, I for Iceland, D for Denmark and S for Sweden, U for US, UK ഇല്ല US ആണുള്ളത്, and N for Norway, F for Finland and R for Russia. സോ ഈ 8 സ്റ്റേറ്റ്സ് ആണ് ആർട്ടിക് സ്റ്റേറ്റ്സ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ജപ്പാൻ ഇല്ല, ജപ്പാൻ ഓപ്ഷൻ 2 ഇല്ല. സോ ആൻഡ് UK ഇല്ല, US ആണുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡെൻമാർക്ക്, റഷ്യ ആൻഡ് US. ഏതൊക്കെയാണ് ആർട്ടിക് സ്റ്റേറ്റിലെ ആർട്ടിക് കൗൺസിലിലെ സ്റ്റേറ്റ് ആയിട്ടുള്ളത്? CID, SUN ആൻഡ് FR. CID ആൻഡ് FR. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കി പഠിച്ചാൽ മതി. കാനഡ, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്, S for സ്വീഡൻ, USA ആൻഡ് നോർവേ, ഫിൻലാൻഡ്, റഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 36. IR എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ ഒരു സമയത്ത് റീജിയൺ ഇൻ ന്യൂസ് ആണ് ക്വസ്റ്റ്യൻ. അത് ഏത് കൺട്രിയിലുള്ളതാണെന്നാണ്. സോ ഇതിലൊരു ഫസ്റ്റ് വൺ നോക്കാം. ചെൻചിയ റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു റീജിയൻ തന്നെയാണ്. ഡാർഫൂർ ഒരു സുഡാന്റെ ഭാഗമായിട്ടുള്ളതാണ്. നോട്ട് റിലേറ്റഡ് ടു മാലിയുടെ റീജിയൻ അല്ല, സുഡാന്റെ റീജിയൻ ആണ് ഡാർഫൂർ. ആൻഡ് സുഡാൻ, ഡാർഫൂർ. ദെൻ സ്വെറ്റ് വാലി നമുക്ക് പരിചയമുള്ള ഒരു റീജിയൺ ആയിരിക്കാം. പാകിസ്ഥാന്റെ റീജിയൻ ആണ് സ്വെറ്റ് വാലി ഇസ് ഇൻ പാകിസ്ഥാൻ. സോ ഇത് രണ്ടും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. വിത്ത് റെഫറൻസ് ടു അഗ്നി 4 മിസൈൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. അത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ഫസ്റ്റ് വൺ അഗ്നി സീരീസ് എപ്പോഴും UPSC ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അഗ്നി 4 ആയിരുന്നു. സോ കറണ്ട് അഫയേഴ്സ് എന്നുള്ള സയൻസ് ആൻഡ് ടെക് ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് അഗ്നി 4നെ കുറിച്ച് പറയാനാണെങ്കിൽ അഗ്നി 4നെ കുറിച്ച് പറയാം. ആദ്യം അഗ്നി 4നെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊരു സർഫസ് മിസൈൽ ആണ്. സർഫസ് ന്യൂക്ലിയർ കേപ്പബിൾ ലോങ് റേഞ്ച് ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആണ് അഗ്നി 4. അതൊരു 20 മീറ്റർ ലോങ് ആണ്. ആൻഡ് 17 ടൺ വെയിറ്റ് കേപ്പബിൾ ആണ്. ആൻഡ് ഒരു 1 ടൺ ന്യൂക്ലിയർ വാർഹെഡ് ഒക്കെ ഡെലിവറി ചെയ്യാൻ നമ്മുടെ അഗ്നി 4ന് കഴിയും. ഇതൊരു 2 സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റ് മിസൈൽ ആണ്. സിംഗിൾ സ്റ്റേജ് അല്ല, സോളിഡ് പ്രൊപ്പലന്റ് ആണുള്ളത്. അത് 2 സ്റ്റേജ് ആണ്. സോ അതിന്റെ റേഞ്ച് വരുന്നത് 4000 കിലോമീറ്റർ ആണ്. റേഞ്ച് വരുന്നത് 4000 ആണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. അഗ്നി 4 ഒരു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഇറ്റ്സ് നോട്ട് ക്രൂസ് മിസൈൽ, ഇറ്റ്സ് ബാലിസ്റ്റിക് മിസൈൽ. മിസൈലിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു 2 സ്റ്റേജ് ആയിട്ടുള്ള 4000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈൽ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് സർഫസ് മിസൈൽ. അത് ശരിയായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇറ്റ് ഈസ് ഫ്യൂവൽഡ് ബൈ ലിക്വിഡ് പ്രൊപ്പലന്റ് ഓൺലി. ഇതൊരു 2 സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റ് സിസ്റ്റം ആണ്. ലിക്വിഡ് പ്രൊപ്പലന്റ് സിസ്റ്റം അല്ല. ഓൺലി എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ബേസിക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും വർക്ക് ആവണമെന്നില്ല. ഈ ക്വസ്റ്റ്യൻ അത് വർക്കായി. സോ ഇറ്റ് ക്യാൻ ഡെലിവർ 1 ടൺ ന്യൂക്ലിയർ വാർഹെഡ് ഡെലിവറി ചെയ്യാൻ പറ്റും. ബട്ട് എന്താണ് 7500 കിലോമീറ്റർ അവയിലേക്ക് പറ്റില്ല. ജസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ലോങ് റേഞ്ച്. 4000 കിലോമീറ്റർ അവേ വരെ പറ്റും. സോ ഇത് രണ്ടും തെറ്റാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യൻ 38. സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു 2 നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് കോൾഡ് കോൾ ബെഡ് മീഥെയിൻ ആൻഡ് ഷെയിൽ ഗ്യാസ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൾ ബെഡ് മീഥെയിൻ ഇസ് എ പ്യുവർ മീഥെയിൻ ഗ്യാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം കോൾ സീൻസ്. അത് ശരിയാണ്. വൈ ഷെയിൽ ഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് പ്രൊപ്പെയിൻ ആൻഡ് ബ്യൂട്ടെയിൻ ഓൺലി. That can be extracted from fine-grained sedimentary rocks. ഷെയിൽ ഗ്യാസ് അങ്ങനെ തന്നെയാണ്. fine-grained sedimentary റോക്സിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. നാച്ചുറൽ ഫോം തന്നെയാണ്, നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. അതിൽ മെയിൻ ആയിട്ട് ഉള്ളത് ഷെയിൽ ഗ്യാസിലെ മെയിൻ കമ്പോണന്റ് എന്താണ്? മീഥെയിൻ ആണ്. നോട്ട് പ്രൊപ്പെയിനും ബ്യൂട്ടൈനും മാത്രമല്ല, മീഥെയിൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ എന്തും കൂടെ ഉണ്ട്, ലൈക് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ, ഹൈഡ്രജൻ സൾഫൈഡും പ്രൊപ്പെയിനും ബ്യൂട്ടൈനും ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം എന്നുള്ളത് വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ട് എടുക്കേണ്ടി വരും. ഇൻ ഇന്ത്യ അബണ്ടന്റ് കോൾ ബെഡ് മീഥെയിൻ സോഴ്സ് എക്സിസ്റ്റ്, but
ബട്ട് സോ ഫാർ നോ ഷെയിൽ ഗ്യാസ് സോഴ്സ് ഹാവ് ബീൻ ഫൗണ്ട്. അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ 6 എന്താണ് ഷെയിൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഗുജറാത്തിലെ ക്യാമ്പെ, ആസാം അക്രാൻ, നോർത്ത് ഈസ്റ്റിൽ ആസാം അക്രാൻ റീജിയനിലും, പിന്നെ അതുപോലെ കൃഷ്ണ ഗോദാവരി ഓൺഷോറിലൊക്കെ ഈ ഒരു ഷെയിൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. 6 റീജിയനിലുണ്ട്. ഇതുവരെ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി നെയ്തർ വൺ കറക്റ്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ നെയ്തർ വൺ ആൻഡ് നോട്ട് 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് question number 39. With reference to Changpa communities of India, consider the following statement. Which of the statement given above are correct? ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചങ്പ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. They are live mainly in the state of Uttarakhand എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഇവര് ചങ്പ കമ്മ്യൂണിറ്റീസ് ഒരു സെമി നൊമാഡിക് ടിബറ്റൻ പീപ്പിൾ ആണ്. മെയിൻലി ഇൻ ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിലാണ് ഇവർ കാണപ്പെടുന്നത്. UK റീജിയനിലല്ല, കുറച്ചുകൂടെ നോർത്ത് ആയിട്ടുള്ള ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയനിലാണ് ഇവർ കാണപ്പെടുന്നത്. ദേ വീർ പശ്മിന കോട്ട് ദാറ്റ് ഈൽഡ് ഫൈൻ വൂൾ. അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദേ ആർ കെപ്റ്റ് ഇൻ ദ കാറ്റഗറി ഓഫ് ഷെഡ്യൂൾ ട്രൈബ്. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1989 ഇവരെ ചങ്പാസിനെ ഷെഡ്യൂൾ ട്രൈബ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. സോ 2ഉം 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 തെറ്റാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഇതാണ് ചങ്പ കമ്മ്യൂണിറ്റീസ്. ഇവര് പശ്മിന ഫൈബേഴ്സ്, ആ ഒരു ഫൈബേഴ്സ് ഫൈനസ്റ്റ് ഫൈബേഴ്സ് ഓഫ് ഓൾ ഗോട്ട് ഹെയർസ് ആണ് പറയുന്നത്. ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയൻ, ദാറ്റ് ചങ്തങ് റീജിയനിലൊക്കെയാണ് ഈ ചങ്പ നലച്ച മതി ആ ഒരു ട്രൈബ്സ്, ആ ഒരു കമ്മ്യൂണിറ്റീസ് ഉള്ളത്. നെക്സ്റ്റ് question number 40. In India, cluster bean അല്ലെങ്കിൽ guar is traditionally used as a vegetable or animal feed, but recently the cultivation of this has assumed significance. Which one of the following statement is correct in this context? ഗോറിന്റെ ആ ഒരു സമയത്തെ കറന്റ് ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗോറിന് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഇമ്പോർട്ടൻസ് ഈസ് ഗം. ഗോറിനൊരു ഗോർ ഗം ഉണ്ടാക്കുമായിരുന്നു. ആ ഗമ്മ് അതിന്റെ സീഡിന്നാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഷെയിൽ ഗ്യാസിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നു. സോ അതായിരുന്നു ആ സമയത്ത് ഉണ്ടായ ഒരു ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോറിന്റെ ഉണ്ടാക്കിയ ഗംസ് എക്സ്ട്രാക്ഷൻ ഓഫ് ഷെയിൽ ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ഉത്തരം. ഗോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലെഗ്യൂം ഫാമിലിയാണ്, ബീൻ ആണല്ലോ. ആൻഡ് അത് ഇന്ത്യയാണ് വേൾഡിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗോർ. ആൻഡ് ഗോർ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ആ ഒരു ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഒരു റീജിയനിലൊക്കെയാണ്. ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ ആ ഒരു റീജിയനിലൊക്കെയാണ് ഗോർ മെയിൻ ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് കോറൽ റീഫ്സ്? താഴെ തമ്മിലുള്ളതിൽ ഏതിലൊക്കെയാണ് കോറൽ റീഫ്സ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്ത് കോറൽ റീഫ്സിന്റെ 1/3 പാർട്ടും കാണപ്പെടുന്നത് ഓസ്ട്രേലിയ ആൻഡ് ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് പോലുള്ള സ്ഥലങ്ങളിലാണ്. ഇന്ത്യയിൽ കോറൽ റീഫ്സ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫ് ഓഫ് കച്ചിന്റെ ഭാഗങ്ങൾ, ഗുജറാത്ത്, ഗൾഫ് ഓഫ് കച്ചിന്റെ ഭാഗങ്ങൾ ലക്ഷദ്വീപിലുണ്ട്. ആൻഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ ആ ഒരു റീജിയനിലൊക്കെ ഉണ്ട്. പിന്നെ ആൻഡമാൻ നിക്കോബാറിന്റെ പോർഷനിലൊക്കെയാണ് ഉള്ളത്. സുന്ദർബനിൽ കാണപ്പെടുന്നില്ല. കോറൽ റീഫ്സ് വളരാൻ ആവശ്യമുള്ള ഒരു പ്രിഫേർഡ് ടെമ്പറേച്ചർ ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ടു 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരെയാണ്. ഒരു മിനിമം ഒരു ഡെപ്ത് വേണ്ടത്, വാട്ടറിന്റെ ഡെപ്ത് വേണ്ടത് 200 മീറ്റർ ആണ്. മാക്സിമം ഡെപ്ത് ആണ് 200 മീറ്റർ. അതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. സോ ദ ആൻസർ ഈസ് ആൻഡമാൻ നിക്കോബാറിലുണ്ട്, ഗൾഫ് ഓഫ് കച്ചിലുണ്ട്, ഗൾഫ് ഓഫ് മന്നാറിലുണ്ട്. സോ 1, 2, 3 ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് question number 42. In India, the problem of soil erosion is associated with which of the following? Soil erosion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റിമൂവൽ ഓഫ് ടോപ്പ് മോസ്റ്റ് ഫെർട്ടൈൽ ലെയർ ഓഫ് ദ സോയിൽ ത്രൂ ദ വിൻഡ് ഓർ വാട്ടർ. സോ സോയിൽ ഇറോഷന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓവർ ഗ്രേസിംഗ് ആവാം, ഡിഫോറസ്റ്റേഷൻ ആണ് ഒരു മെയിൻ റീസൺ. ആക്ഷൻസ് ഓഫ് വിൻഡോ, വാട്ടർ, ഗ്ലേഷ്യേഴ്സ് ഒക്കെ ആവാം. മേ ബി ടോപ്പോഗ്രഫി സ്റ്റീപ്പ് ആയതാവാം, ഹെവി റെയിൻഫോൾ ആവാം, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ലൈക്ക് ഫോൾട്ടി മെത്തഡ്സ് ഓഫ് അഗ്രികൾച്ചർ ഒക്കെ ആവാം, ഓവർ ഇറിഗേഷൻ ആവാം, ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ, അങ്ങനെ ഒരുപാട് റീസൺസ് സോയിൽ ഇറോഷൻ ഉണ്ട്. അതിൽ ഡിഫോറസ്റ്റേഷൻ ഒരു റീസൺ ആണ്. ടെറസ് കൾട്ടിവേഷനോ ട്രോപ്പിക്കൽ ക്ലൈമറ്റോ ഒന്നും എന്താ പറയുക സോയിൽ ഇറോഷന്റെ ഒരു റീസൺ അല്ല. സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെറസ് കൾട്ടിവേഷൻ ഒക്കെ ഈ സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സിൽ ഒന്നാണ്. അത് സോയിൽ ഇറോഷന് കാരണം ആവുന്ന ഒരു സംഭവമല്ല. അത് കോസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമോ അത് ഉണ്ടാക്കുന്ന കാരണമോ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. ദ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ഈസ് ദ ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ്. സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് ആ മൺസൂണിന്റെ എന്താ പറയുക ഡെഫിനേഷനിൽ തന്നെ മൺസൂണിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. സീസണൽ റിവേഴ്സൽ ഇൻ ദ വിൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് ദ ഇയർ ഈസ് നോൺ ആസ് മൺസൂൺ.
മൺസൂൺ റെഫർ ടു ദ സീസൺ റിവേഴ്സൽ ഇൻ ദ വിൻഡ് ഡയറക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ. സോ മൺസൂൺ ക്ലൈമറ്റിന്റെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സീസൺ റിവേഴ്സൽ ഓഫ് വിൻഡ്. സോ ഓപ്ഷൻ സി ആണ്. ജോഗ്രഫി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 44. With reference to cultural history of India, the term പഞ്ചയത്തൻ referred to. പഞ്ചയത്തൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ തിയറി അറിഞ്ഞിരിക്കുക തന്നെ വേണം. പഞ്ചയത്ന സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഒരു സ്റ്റൈലാണ്. ഈസ് എ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു ഷ്രൈൻ ഉണ്ടാവും, അതിന്റെ ചുറ്റും 4 സബ് ഷ്രൈൻ പോലെ ഉള്ള ഒരു സബ്സിഡറി ഷ്രൈൻസ് 4 ഉണ്ടാവും. സോ ഇതിനെ 5നെയും കൂടിയിട്ടാണ്, പഞ്ച മീൻസ് 5, സോ 5നെയും കൂടിയിട്ടാണ് പഞ്ചയത്ന സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ലിംഗരാജ ടെമ്പിൾസ് ഇൻ ഭുവനേശ്വർ ആൻഡ് ദശാവതാര ടെമ്പിൾ ഒക്കെ ഈ ഒരു സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് എക്സാമ്പിൾ ആണ്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 45. Consider the following rivers: Barak, Lohit, Subansiri. Which of the following above flows or flow through Arunachal Pradesh? അരുണാചൽ പ്രദേശിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് മാപ്പിംഗ്, ഇന്ത്യൻ മാപ്പിംഗ്, റിവർ മാപ്പിംഗ് എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. 2024 പ്രിലിംസിനും അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിരുന്നു. ഗംഗ റിവറിന്റെ ട്രൈബ്യൂട്ടറീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ലോഹിത് ആൻഡ് സുബൻശ്രീ ആണ് അരുണാചൽ പ്രദേശിലൂടെ പോകുന്ന റിവേഴ്സ്. അതൊരു ബ്രഹ്മപുത്ര റിവറിന്റെ ബ്രാഞ്ച് ആണ് ലോഹിത് ആൻഡ് സുബൻശ്രീ. ബറാക്ക് പോകുന്നത് ഐ തിങ്ക് മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം, ആസാം ആ റീജിയനിൽ കൂടെ പോയി ബേ ഓഫ് ബംഗാളിൽ പോകുന്നതാണ് ബറാക്ക്. സോ ഒന്നില്ല, 2 and 3 ആണ് ആൻസർ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ ജോഗ്രഫി റിവർ മാപ്പിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ബ്രഹ്മപുത്ര റിവറിന്റെ ട്രൈബ്യൂട്ടറീസ് ദിബാങ്, ലോഹിത് പോകുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. സുബൻശ്രീ പോകുന്നതും അരുണാചൽ പ്രദേശിലൂടെയാണ്. ബാരക് പോകുന്നത് മണിപ്പൂർ, മേഘാലയ റീജിയണിൽ കൂടെയൊക്കെയാണ്. സോ മേഘാലയ ഇല്ല, മണിപ്പൂർ, നാഗാലാൻഡ്, മിസോറാം ആൻഡ് ആസാം റീജിയനിൽ കൂടെയൊക്കെയാണ്. എന്നിട്ട് ബേ ഓഫ് ബംഗാളിൽ വരുന്നതാണ് ബാരക്. അടുത്ത ക്വസ്റ്റ്യൻ 46th ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. വെറ്റ്ലാൻഡും അത് റിലേറ്റ് ചെയ്ത് അതിന്റെ കൺഫ്ലുവൻസ് ഓഫ് റിവറും ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാച്ച് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ്ലി മാച്ച് ചെയ്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹരിക്ക വെറ്റ്ലാൻഡ് ലാർജസ്റ്റ് മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ഓഫ് നോർത്ത് ഇന്ത്യയിലെ ലാർജസ്റ്റ് മാൻമെയ്ഡ് വെറ്റ്ലാൻഡ് ആണ് ഹരിക്ക വെറ്റ്ലാൻഡ്. ഇത് ഒരു റാംസർ സൈറ്റ് ആണ്. ഇതുള്ളത് കൺഫ്ലുവൻസ് ഓഫ് ബീസ് ആൻഡ് സറ്റ്ലജിൽ തന്നെയാണ്. പഞ്ചാബിലാണ് അതുള്ളത്. സോ ഇതൊരു 1 ശരിയാണ്. നെക്സ്റ്റ് ക്യോലാഡോ ഗാന നാഷണൽ പാർക്കാണ്. ഗാന നാഷണൽ പാർക്ക് അത് കൺഫ്ലുവൻസ് ഓഫ് ബാനസ് ആൻഡ് ചമ്പൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്യോലാഡോ ഗാന നാഷണൽ പാർക്ക് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മാൻമെയ്ഡ് ആൻഡ് മാൻ മാനേജ്ഡ് വെറ്റ്ലാൻഡ്. വി നോ ദാറ്റ് അത് രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ് ക്യോലാഡോ ഗാന നാഷണൽ പാർക്ക്. സോ ഉറപ്പായിട്ടും അതെന്തായിരിക്കില്ല, ഇവിടെ അല്ല, കൺഫ്ലുവൻസ് ഓഫ് ബാനസ് ആൻഡ് ചമ്പലിന്റെ റീജിയനിലല്ല. ഇറ്റ് ഈസ് ഓൺ ദ കൺഫ്ലുവൻസ് ഓഫ് ഗംഭീർ ആൻഡ് ബാൻഗംഗ റിവേഴ്സിന്റെ കോൺഫ്ലുവൻസിലാണ് ക്യോലാഡോ ഗാന നാഷണൽ പാർക്ക്. സോ ക്യോലാഡോ ഗാന നാഷണൽ പാർക്ക് ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. മാൻ മാനേജ്ഡ് മാൻ മെയ്ഡ് വെറ്റ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് ഇൻ ദ രാജസ്ഥാൻ. നെക്സ്റ്റ് ഈസ് കൊല്ലേരു ലേക്ക് ആന്ധ്രാപ്രദേശിലാണ് കൊല്ലേരു ലേക്ക് ഉള്ളത്. ഇറ്റ് ഈസ് ഓൺ ദ കൺഫ്ലുവൻസ് ഓഫ് കൃഷ്ണ ഗോദാവരിയാണ്. മൂസി ആൻഡ് കൃഷ്ണ അല്ല. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഗോദാവരി ആൻഡ് കൃഷ്ണ ഡെൽറ്റാസിന്റെ ഇടയിലാണ് ഈ കൊല്ലേരു ലേക്ക് ഉള്ളത്. സോ കൊല്ലേരു ലേക്ക് ഒരു വെറ്റ്ലാൻഡ് ഓഫ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസിൽ പെട്ടത് തന്നെയാണ്. ഇറ്റ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക്. സോ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ്. 1 ഓൺലി ആണ്. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് സിക്സ് സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി? 47th ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഇന്ത്യൻ ഫിലോസഫിയിലെ 6th സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്താണെന്ന് അറിഞ്ഞിരിക്കും. ദീസ് ആർ ദ 6th സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫി. അതിൽ 1 ന്യായ, വൈശേഷിക, മീമാംസ, വേദാന്ത, സംഖ്യ, യോഗ. ന്യായ മീൻസ് ഇറ്റ്സ് ലൈക്ക് ന്യായം, ലോജിക് ആൻഡ് അനാലിറ്റിക് ഫിലോസഫി. വൈശേഷിക a few atomic building blocks and consciousness. Mimamsa is a critical interpretation of Vedas, and Vedanta is essence of the Vedas, and Sankhya is consciousness and matter. Yoga means yoga. So, it's meditation and contemplation. സോ അതിലില്ലാത്തത് ഏതായിരിക്കും? മീമാംസ ഉണ്ട്, വേദാന്ത ഉണ്ട്, ന്യായ ഉണ്ട്, വൈശേഷിക ഉണ്ട്, ലോകായുധ ആൻഡ് കപിലകയാണ് ഇല്ലാത്തത്. സംഖ്യ, യോഗ ഒക്കെ ഉണ്ട്. സോ ഓപ്ഷൻ സി ആണ് 6th സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഇല്ലാത്തത്. ബാക്കിയെല്ലാം 6th സിസ്റ്റം ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് ഹിൽസ് ആൻഡ് റീജിയൻ. സോ ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ.
കാർഡമം ഹിൽസ് നമുക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ ആനമുടിയൊക്കെ ഉള്ള സ്ഥലം. ആനമുടി ഇസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദാറ്റ് കാർഡമം ഹിൽസ്. അത് കേരള, തമിഴ്നാട്, സൗത്ത് വെസ്റ്റ് തമിഴ്നാട്, കേരള സൗത്ത് വെസ്റ്റ് തമിഴ്നാട്, ദാറ്റ് ഇസ് സൗത്ത് വെസ്റ്റ് സൈഡിലായിട്ടാണ് ഈ കാർഡമം ഹിൽസ് ഉള്ളത്. സോ അത് കൊറമോണ്ടൽ കോസ്റ്റിലല്ല ഉള്ളത്. കൊറമണ്ടൽ കോസ്റ്റ് ഉള്ളത് ഈസ്റ്റേൺ തമിഴ്നാടിന്റെ ഭാഗമായിട്ടാണ് കൊറമണ്ടൽ കോസ്റ്റ് ഉള്ളത്. കാർഡമം ഹിൽസ് ഉള്ളത് സൗത്ത് വെസ്റ്റേൺ തമിഴ്നാടിന്റെ ഭാഗമായിട്ടാണ്. കൊറമോണ്ടൽ കാർഡമൻ ഹിൽസ് ഉള്ളത്. ഓക്കെ, ദെൻ കൈമൂർ ഹിൽസ് ഉള്ളത് വിന്ധ്യ റീജിയനിലാണ്. വിന്ധ്യ റീജിയൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മധ്യപ്രദേശ്, UP, ബീഹാർ റീജിയനിലാണ് എന്തുള്ളത് കൈമൂർ ഹിൽസ് ഉള്ളത്. ആൻഡ് കൊങ്കൺ കോസ്റ്റ് എവിടെയാണുള്ളത്? വെസ്റ്റേൺ കോസ്റ്റ് ലൈൻ ഓഫ് ഇന്ത്യയിലാണ് കൊങ്കൺ കോസ്റ്റ് ഉള്ളത്. ദാറ്റ് കോസ്റ്റ് ഓഫ് മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആ ഒരു ഭാഗത്താണ് കൊങ്കൺ കോസ്റ്റ് ഉള്ളത്. ഇത് കൊറമോണ്ടൽ കോസ്റ്റ്, ഇത് കൊങ്കൺ കോസ്റ്റ്. മഹാദിയോ ഹിൽസ് ഉള്ളത് സെൻട്രൽ ഇന്ത്യയിലാണ്, MP യിലാണ്, മധ്യപ്രദേശിലാണ് മഹാദിയോ ഹിൽസ് ഉള്ളത്. മൈക്കർ ഹിൽസ് ഉള്ളത് ദാറ്റ് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഒക്കെ അവിടെയാണ്. സോ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത് മൈക്കർ ഹിൽസ് ഉള്ളത്. മൈക്കർ ഹിൽസും മഹാദിയ ഹിൽസും കറക്റ്റ് ആണ്, റീജിയൻ കറക്റ്റ് ആണ്. സോ 2 and 3 ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ടുള്ളത്. സോ ഹിൽസ്, കാർഡമം ഹിൽസ് ഈ ഒരു റീജിയനിലാണ്. ആൻഡ് കൈമൂർ റേഞ്ച്, മൈക്കർ റേഞ്ച്, ആൻഡ് ഇവിടെ നോർത്ത് ഈസ്റ്റില് മൈക്കർ റേഞ്ച്, ഡാഫ്ല, മിറിയ, ബോർ, നിഷ്മി. ഓക്കെ, ഇതൊക്കെ ആ ഒരു ഹിൽസിന്റെ റീജിയൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജോഗ്രഫി +1 NCERT ടെക്സ്റ്റിൽ നിന്നാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 49th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻ പ്രൊവിഷൻ റിഗാർഡിംഗ് ആന്റി ഡിഫെക്ഷൻ? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 10th ഷെഡ്യൂളിലാണ് ആന്റി ഡിഫെക്ഷൻ ഉള്ളത്. ഓപ്ഷൻ D ആണ് ആൻസർ. പോളിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഷെഡ്യൂൾ ഏതൊക്കെയാണ് പഠിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇമ്പോർട്ടന്റ് ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ പഠിക്കാറുള്ളത് ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്നൊരു കോഡ് വെച്ചാണ്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ 1 T, ടെറിട്ടറീസ് നെയിം, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് നെയിം ആൻഡ് ദെയർ ബൗണ്ടറി ഡീറ്റെയിൽസ് ഒക്കെ കുറിച്ച് പറയുന്നതാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. സെക്കൻഡ് ഷെഡ്യൂൾ ഇസ് റിലേറ്റഡ് ടു സ്പെഷ്യൽ പവർ, സാലറി ഡീറ്റെയിൽസ് ഓഫ് പ്രസിഡന്റ്, ഗവർണർ ഓഫ് സ്റ്റേറ്റ്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, രാജ്യസഭ, ലോക്സഭ, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോടതി ജഡ്ജികളൊക്കെ കുറിച്ച് അവരുടെ എമോൾമെന്റിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് എന്ത് സെക്കൻഡ് ഷെഡ്യൂൾ. ആൻഡ് തേർഡ് ഷെഡ്യൂൾ ഈസ് അഫർമേഷൻ ആൻഡ് oath promises all authority except president and vice president. Fourth schedule Rajya Sabha MP count of state and union territory. Tier 6 is Rajya Sabha seat allocation related schedule ആണ്. That is fourth schedule ആണ്. ആൻഡ് 5th 6th ഷെഡ്യൂൾ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള ഒരു ഷെഡ്യൂളാണ്, അതുകൊണ്ട് തന്നെ ഓർത്ത് വെക്കാറുണ്ടാവും. 5th ഷെഡ്യൂൾ ഈസ് റിലേറ്റഡ് ടു എന്താണ് ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ലൈൻ ലോ ഡീറ്റെയിൽസ്. And 6th schedule is related to state of Assam, Meghalaya and Mizoram, Tripura. ഈ 4 സ്റ്റേറ്റുകളുടെയാണ് 6th ഷെഡ്യൂൾ. അതിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ലോ ഡീറ്റെയിൽസ് ഈസ് 6th ഷെഡ്യൂൾ. 7th ഷെഡ്യൂൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ഷെഡ്യൂളാണ് അബൌട്ട് ഫെഡറൽ ലിസ്റ്റ്. ആൻഡ് 8th ഷെഡ്യൂൾ നമുക്കറിയാം ഒഫീഷ്യൽ ലാംഗ്വേജുകളെ കുറിച്ച് പറയുന്നതാണ്. 9th ഷെഡ്യൂൾ ഈ വാലിഡേഷൻ ഓഫ് സർട്ടൻ ആക്ട് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റഡ് ടു ലാൻഡ് റിഫോംസ് ഒക്കെയാണ് 9th ഷെഡ്യൂൾ. 10th ഷെഡ്യൂളാണ് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് 52nd അമെൻമെന്റ് ആയിരുന്നു. ആൻഡ് 1985 52nd അമെൻമെന്റ് ആയിരുന്നു എന്ത് ആന്റി ഡിഫെക്ഷൻ. ആൻഡ് അടുത്തത് രണ്ട് നമുക്ക് ഡൗട്ട് ഇല്ലാണ്ട് അറിയാവുന്ന 2 ഷെഡ്യൂളുകളാണ്, ഷെഡ്യൂൾ 11 ആൻഡ് ഷെഡ്യൂൾ 12. ഷെഡ്യൂൾ 11 റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് പഞ്ചായത്തിനെ കുറിച്ചാണ് പറയുന്നത്. 1992 73rd ആൻഡ് 74th അമെൻമെന്റ് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആൻഡ് അടുത്തത് അബൌട്ട് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആണ്. 1992 74th അമെൻമെന്റ് തന്നെയാണത്. ആൻഡ് അമെൻമെന്റ് ആണത്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് 12th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ടിയേഴ്സ് ഓഫ് ഓൾഡ് PM. T for ടെറിട്ടറീസ്. E for എമോൾമെന്റ് ആരുടെയൊക്കെയാണ് പഠിക്കേണ്ടതാണ്. A for അഫർമേഷൻ ആൻഡ് ഓത്ത് അതും ആരുടെയാണ് നോക്കേണ്ടതാണ്. ആൻഡ് R for രാജ്യസഭയിലെ സീറ്റ് അലോക്കേഷൻ. S for ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് അതർ ട്രൈബൽ ഏരിയാസ്. ആൻഡ് F for ഫെഡറൽ ലിസ്റ്റ്. O for ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് L for land reforms. D for defection. PM ile P for panchayat and M for municipalities. So these are the schedules of Indian Constitution. Next question, 50th question. The most important strategy for the conservation of biodiversity together with the traditional human life is the establishment of. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയും കൺസർവ് ചെയ്യണം വിത്ത് ദ ട്രഡീഷണൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആൻസറിലേക്ക് എത്തണം. ബയോസ്ഫിയർ റിസർവ്സ് ആണ് ആൻസർ. These reserves are established to protect larger areas of natural habitat,
than a typical national park or animal sanctuary. The site must contain a protected and minimally distributed core areas of value of nature and conservation. സോ ഇതിൽ തന്നെ ടെറസ്ട്രിയൽ ഏരിയാസും ഉണ്ട്, മറൈൻ ഏരിയാസും കോസ്റ്റൽ എക്കോസിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും. സോ അവിടുത്തെ ട്രഡീഷണൽ ഹ്യൂമൻ ലൈഫും അതോടുകൂടി അതിന്റെ ബയോഡൈവേഴ്സിറ്റിയും കൺസർവ് ചെയ്യാൻ ഉള്ളത് ബയോസ്ഫിയർ റിസർവ്സ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 51. തുർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. തുർക്കി ഏതൊക്കെ സീസിന്റെ ഇടയിലാണ് ലൊക്കേറ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ തുർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ. BTM ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ, ഇതിന്റെ ഇടയിലാണ് തുർക്കി ലൊക്കേറ്റ് ചെയ്തത്. പ്ലേസസ് ഇൻ ന്യൂസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ IRA എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറയാം. സോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സോ തുർക്കി ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ബ്ലാക്ക് സീ ആൻഡ് മെഡിറ്ററേനിയൻ സീ, ഇവിടെയാണ് തുർക്കി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Next question is question number 52. What are the correct sequence of occurrence of the following cities in Southeast Asia as one proceeds from south to north? South to north region ഒരു ഓർഡറിലായിട്ട് എന്താണ് ഫോളോയിങ് സിറ്റീസിനെ അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളോയിങ് സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കുറച്ച് കൺട്രീസിന്റെ ക്യാപിറ്റലാണ് ഫോളോയിങ് സിറ്റീസ്. ബാങ്കോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം തായ്ലൻഡിന്റെ ക്യാപിറ്റലാണ് ബാങ്കോക്ക്, BT. ആൻഡ് ഹനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാമിന്റെ ക്യാപിറ്റലാണ്. ജഗർത്ത ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലാണ് ജഗർത്ത. ആൻഡ് സിംഗപ്പൂരിന്റെ ക്യാപിറ്റൽ തന്നെയാണ് സിംഗപ്പൂർ. ഇതിനെ സൗത്ത് ടു നോർത്ത് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ഓർഡർ ഒന്ന് നമുക്ക് നോക്കാം, മാപ്പിൽ നോക്കാം. സോ ജഗർത്ത, ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ജഗർത്തയാണ് ഏറ്റവും സൗത്ത് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സിംഗപ്പൂരാണ്, സൗത്ത് ടു നോർത്ത് ആണ് നമ്മളോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ തായ്ലൻഡിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ബാങ്കോക്ക് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഹനോയ്. കൺട്രീസിന്റെ ഏകദേശം ഒരു ഓർഡർ അറിയുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ക്യാപിറ്റലാണ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആൻസറിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. സോ 3, 4, 1, 2 ആണ് ഇതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. 3, 4, 1, 2 ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. Next question, question number 53. The scientific view is that the increasing global temperature should not exceed 2 degrees Celsius above pre-industrial level. If the global temperature increases beyond 3 degrees Celsius above the pre-industrial level, what can be its possible impact or impacts on the world? ടെമ്പറേച്ചർ 3 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ടെറസ്ട്രിയൽ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ടെറസ്ട്രിയൽ ബയോസ്ഫിയർ ടെൻഡ്സ് ടുവാർഡ് എ നെറ്റ് കാർബൺ റിസോഴ്സസ്. ടെറസ്ട്രിയൽ ബയോസ്ഫിയർ റിസർവ്സ് ആണ് മോസ്റ്റ് ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും മീത്തൈനെയും നൈട്രസ് ഓക്സൈഡിനെയൊക്കെ അബ്സോർബ് ചെയ്യും, മേ ബി റിലീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. സോ അതൊരു ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണെങ്കിലും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. സോ അതൊരു നെറ്റ് കാർബൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്ത് നെറ്റ് കാർബൺ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് പറയുന്നത് ടുവാർഡ് എ നെറ്റ് കാർബൺ സോഴ്സ് എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണെങ്കിലും ശരിയാണ്. വൈഡ് സ്പ്രെഡ് കോറൽ മോർട്ടാലിറ്റി വിൽ ഒക്കർ. കോറൽ ബ്ലീച്ചിങ്ങിന്റെ ഒരു റീസൺ ആയിട്ട് ടെമ്പറേച്ചർ കൂടുന്നത് കോറൽ ബ്ലീച്ചിങ്ങിന്റെ ഒരു റീസൺ ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് കൂടി എന്ന് പറയുമ്പോൾ അത് അത്രയും വലിയ കൂടുതലാണ്. സോ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് കോറൽ ബ്ലീച്ചിങ് നടക്കുന്നുണ്ടെങ്കിൽ വൈഡ് സ്പ്രെഡ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ എന്താണെങ്കിലും തന്നെ ഒരു കോറൽ മോർട്ടാലിറ്റി നടക്കാൻ എന്താണെങ്കിലും സാധ്യതയുണ്ട്. സോ രണ്ടും ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഓൾ ദ ഗ്ലോബൽ വെറ്റ്ലാൻഡ് വിൽ പെർമനന്റ്ലി ഡിസപ്പിയർ. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റും കൾട്ടിവേഷൻ ഓഫ് സീരിയൽസ് വിൽ ബി പോസിബിൾ, നോട്ട് ബി പോസിബിൾ എനിവേർ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്നത് രണ്ട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഇതിനെ തെറ്റായിട്ട് എടുക്കാം, പക്ഷെ അതൊരു അക്വറേറ്റ് മെത്തേഡ് ഒന്നും ആയിട്ട് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൾ ദ ഗ്ലോബൽ വെറ്റ്ലാൻഡ് വിൽ ബി പെർമനന്റ്ലി ഡിസപ്പിയർ എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ടെമ്പറേറ്റ് റീജിയനിലുള്ള വെറ്റ്ലാൻഡ്സിനൊക്കെ ഇങ്ങനെ ഒരു റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായാലും സർവൈവ് ചെയ്യാനൊക്കെ പറ്റും. സോ കാരണം ടെമ്പറേച്ചർ റീജിയനിൽ വൈഡ് സീസണൽ ചേഞ്ചസ് ഒക്കെ നടക്കാറുണ്ട്, എന്നിട്ടും അവിടുത്തെ വെജിറ്റേഷൻ ഒക്കെ അവിടെ സർവൈവ് ചെയ്യാറുണ്ട്. സോ ഗ്ലോബലി ഉള്ള എല്ലാ വെറ്റ്ലാൻഡും പെർമനന്റ്ലി ഡിസപ്പിയർ എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബിക്ക് നമുക്ക് എത്താൻ പറ്റും. ഓപ്ഷൻ ബി 1 and 2 ഓൺലി ആണ് ആൻസർ. കൾട്ടിവേഷൻ ഓഫ് സീരിയൽസ് വിൽ നോട്ട് ബി പോസിബിൾ എനിവേർ ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞതും തെറ്റാണ്. ഈ കൾട്ടിവേഷൻ ഓഫ് സീരിയൽസിന് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വാം ആൻഡ് മോസ്റ്റ് വെതർ ഒക്കെ. സോ അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോൾ കൾട്ടിവേഷൻ ഒരു സ്ഥലത്തും നടക്കായിരുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54. നാഷണൽ മോട്ടോ ഓഫ് ഇന്ത്യ സത്യമേവ ജയതേ ഇൻസ്ക്രൈബ്ഡ് ബിലോ ദ എംബ്ലം ഓഫ് ഇന്ത്യ ഈസ് ടേക്കൺ ഫ്രം. ചൈൽഡ്ഹുഡ് തൊട്ടേ നമ്മളൊക്കെ കേട്ട് പരിചയിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത്? ആൻസർ ഈസ് മുണ്ടക ഉപനിഷത്ത്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സത്യമേവ ജയതെ ഇൻസ്ക്രൈബ് ചെയ്ത എംബ്ലം ഓഫ് ഇന്ത്യയിൽ ഇൻസ്ക്രൈബ് ചെയ്ത സത്യമേവ ജയതെ എടുത്തത് മുണ്ടക ഉപനിഷത്തിലെ നിന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55 പോളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആണ്. ഡയറക്റ്റ് DPSPയുടെ ഡെഫിനേഷൻ അറിയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ പറ്റും. DPSPയുടെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the guidelines or the principles that the state should keep in mind while formulating the policies and enacting a law. ഇതാണ് DPSP. സോ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ DPSP. അതല്ലാണ്ട് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ ചെയ്യാം. 9th ഷെഡ്യൂളുകൾ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. 9th ഷെഡ്യൂൾ ഇന്നലെ എല്ലാം മിനിയാന്ന് പഠിച്ചതാണ്. 9th ഷെഡ്യൂളിൽ വരുന്നത് ലാൻഡ് റിഫോം റിലേറ്റഡ് കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആയിട്ട് ഒരിക്കലും ഇന്റർനാഷണൽ പീസും സെക്യൂരിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യം എന്താണെങ്കിലും പറയില്ല. പ്രിയാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിയാമ്പിൾ അങ്ങനെ ഒരു പരാമർശം ഇല്ല. സോ എലിമിനേറ്റ് ചെയ്തിട്ടും അല്ലാണ്ട് തിയറി ബേസിസിലും നമുക്ക് ഓപ്ഷൻ ബിക്ക് എത്തിച്ചേരാവുന്നതാണ്. DPSPയിലാണ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻക്ലൂഡ് ചെയ്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം? ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ്. ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എയിംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദാറ്റ് ആർ like conserving and developing degraded natural resources such as soil and vegetation cover and water. ഇങ്ങനെയുള്ളൊരു എയിമിലാണ് ഇത് വന്നത്. അല്ലാതെ അതൊരു റിവർ ലിങ്കിങ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒന്നും ആയിരുന്നില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും റീചാർജിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ അങ്ങനെയുള്ള ഒരുപാട് എയിമാണ് ഇതിനുണ്ടായിരുന്നത്. സോ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. പ്രിവെൻഷൻ ഓഫ് സോയിൽ റൺ ഓഫ് അതൊരു റീജനറേറ്റീവ് അപ്രോച്ചിന്റെ ഭാഗമാണ്. സോ ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2 ലിങ്കിങ് കൺട്രീസ് പെരിനിയൽ റിവർ വിത്ത് സീസണൽ റിവർ അങ്ങനൊരു എയിം ഈ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് ഇല്ലായിരുന്നു. സോ അതൊരു തെറ്റായ ഓപ്ഷനാണ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് റീചാർജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഇതിന്റെ ഒരു എയിമിൽ പെട്ടതാണ്. റീജനറേഷൻ ഓഫ് നാച്ചുറൽ വെജിറ്റേഷനും ഇതിന്റെ ഒരു എയിമിൽ പെട്ടതാണ്. സോ ഓപ്ഷൻ സി 1, 3, 4 ഓൺലി ആണ് ഇതിന്റെ ആൻസർ. ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എയിം വാസ് ഹാർനസിംഗ്, കൺസർവിംഗ് ആൻഡ് ഡെവലപ്പിംഗ് ഡിഗ്രേഡഡ് നാച്ചുറൽ റിസോഴ്സസ് സച്ച് as soil, vegetative cover and water, not related to any linking project. Next question number 57. Which of the following are associated with the planning in India? Planning ഇപ്പോൾ പ്ലാനിങ് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. പ്ലാനിങ് ഇപ്പോൾ ഇല്ലല്ലോ, നീതി ആയോഗാണുള്ളത്. സോ ഫസ്റ്റ് വൺ ഫിനാൻസ് കമ്മീഷൻ ആണ്. ഫിനാൻസ് കമ്മീഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നില്ല. ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റോ യൂണിയൻ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ഒന്നും പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നില്ല. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും പാർലമെന്റ് ഒക്കെയാണ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി 2 and 5 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 58. Which of the following is or are the functions of cabinet secretary? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പ്രിപ്പറേഷൻ ഓഫ് അജണ്ട ഫോർ ക്യാബിനറ്റ് മീറ്റിംഗ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ക്യാബിനറ്റ് സെക്രട്ടറി എപ്പോഴും PM-ന്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരിക്കും. അണ്ടർ ദ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് PM ആണ് ക്യാബിനറ്റ് സെക്രട്ടറി ഉള്ളത്. സോ പ്രിപ്പറേഷൻ ഓഫ് അജണ്ട ഫോർ ദ ക്യാബിനറ്റ് മീറ്റിംഗ് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഫംഗ്ഷൻ തന്നെയാണ്. സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ടു ദ ക്യാബിനറ്റ് കമ്മിറ്റിയും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു മിനിസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അണ്ടറിലായിട്ടുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. സോ ഓപ്ഷൻ സി 1, 2 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി 1, 2 ആണ് ഇതിന്റെ ആൻസർ. ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഫംഗ്ഷൻസ് ആയിരുന്നു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 59. Consider the following statement. A constitutional government is one which, first one, place effective restriction on individual liberty in the interest of state authority. Next statement, place effective restriction on the authority of the state in the interest of individual liberty. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ എന്താണെങ്കിലും രണ്ടും ഒരുമിച്ച് തെറ്റാവില്ല, രണ്ടും ഒരുമിച്ച് ശരിയായില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും ആൻസർ. സോ നമുക്ക് അങ്ങനെ തന്നെ ഇതൊരു 50-50 എന്നുള്ളൊരു ചാൻസിലേക്ക് എത്താം. സോ ഇനി ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി റെസ്ട്രിക്ട് ചെയ്യോ അതോ സ്റ്റേറ്റിന്റെ അതോറിറ്റി റെസ്ട്രിക്ട് ചെയ്യോ? റെസ്ട്രിക്ഷൻ ഓഫ് സ്റ്റേറ്റ് അതോറിറ്റി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി അങ്ങനെയുള്ള ഒരു സംഭവമായിരിക്കും. എപ്പോഴും എന്താണ് ഇൻഡിവിജ്വലിന്റെ ലിബർട്ടി ആയിരിക്കും കുറെ കൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 60 പോളിറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഡിസ്ക്രിഷണറി പവർ ഗിവൺ ടു ദ ഗവർണർ ഓഫ് സ്റ്റേറ്റ്? സോ സെൻഡിങ് എ റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഇമ്പോസിംഗ് പ്രസിഡന്റ്സ് റൂൾ ഒരു ഡിസ്ക്രിഷണറി പവർ തന്നെയാണ്. പ്രസിഡന്റ് റൂളിന്റെ പല കാര്യങ്ങളിലും ഗവർണർ ഓഫ് ഇന്ത്യക്ക് ആ ഒരു പ്രത്യേകതയുണ്ട്. സോ അതൊരു ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ തന്നെയാണ്. അപ്പോയിന്റിംഗ് മിനിസ്റ്റേഴ്സ് ഗവൺമെന്റ്
മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണർ തന്നെയാണ്. സോ ബട്ട് അതൊരു ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ അല്ല. എപ്പോഴാണ് അപ്പോയിന്റിംഗ് മിനിസ്റ്റർ ഒരു ഡിസ്ക്രിഷണറി പവർ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പാർട്ടിയും മെജോറിറ്റി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ, രണ്ട് പാർട്ടി ഈക്വലി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു പവർ ഗവർണറിന് വരുന്നത്. ഗവർണറിന് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ടിയും മെജോറിറ്റി ഫോം ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ക്ലിയർ മെജോറിറ്റി ഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഗവർണർ ക്യാൻ ചൂസ് എ കാൻഡിഡേറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ. സോ അപ്പോഴാണ് ഒരു ഡിസ്ക്രിഷണറി പവർ ആയിട്ട് വരുന്നത്. അല്ലാതെ ഒരു അപ്പോയിന്റിംഗ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസ്ക്രിഷണറി പവർ അല്ല. സോ ഓപ്ഷൻ 2 തെറ്റാണ്. അങ്ങനെ വന്നാൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ബി ആണ്, ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്നാലും നമുക്ക് നോക്കാം. പ്രിസർവിംഗ് സർട്ടൈൻ ബിൽ പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ കൺസിഡറേഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ശരിയായ ഉത്തരമാണ്. ഗവർണറുടെ ഡിസ്ക്രിഷണറി പവർ ആണ്. മേക്കിംഗ് ദ റൂൾ ടു കണ്ടക്ട് ദ ബിസിനസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, അത് ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവർ അല്ല. ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവറിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. സെൻഡിംഗ് റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഇമ്പോസിംഗ് പ്രസിഡന്റ് റൂൾ. 2, പ്രിസർവിംഗ് സർട്ടൈൻ ബിൽ പാസ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫോർ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പ്രസിഡന്റിന് ഇൻവോക്ക് ചെയ്യാൻ പറ്റും, പ്രസിഡന്റ് റൂൾ ഇൻവോക്ക് ചെയ്യാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ. ആർട്ടിക്കിൾ 356 ആണ് അത് പറയുന്നത്. 1 എക്കണോമി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഡിക്രീസ്ഡ് ഇൻ ദ എക്കണോമി ഇറ്റ് വിൽ. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ആരും പോയി ബാങ്കിൽ പോയി സേവ് ചെയ്യൊന്നും ചെയ്യില്ല. അവർ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡേ ടു ഡേ ബേസിൽ മണി സ്പെൻഡ് ചെയ്യാൻ നോക്കും. അങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിലാണ് എന്ത് ചെയ്യുക? സേവ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ മണി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. സോ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡിക്രീസിങ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമി എന്ന് പറയുന്നത് തെറ്റാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ശരിയാണ്. വേറൊരു ലോജിക്ക് വെച്ച് ഈ ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റും. ഇത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരേ ഓപ്ഷനിൽ വന്നേക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഒന്നിൽ ഏതെങ്കിലും ആയിരിക്കും ആൻസർ എന്നുള്ളൊരു 50-50 ചാൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. സോ ഡിക്രീസിങ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമി, ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമി. ഒരിക്കലും കൺസംഷൻ എക്സ്പെൻഡിച്ചർ കുറയില്ല, അത് കൂടുതലായിരിക്കും ചെയ്യുക. സോ ഇൻക്രീസിങ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻ ദ എക്കണോമിയാണ് ശരിയായിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 62. ക്വാളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ലക്ഷ്മികാന്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാ തെറ്റ് എന്നുള്ള, അല്ലെങ്കിൽ ഏതാ റൈറ്റ് എന്നുള്ള സംഭവം. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പ്രസിഡന്റ് ഷാൾ മേക്ക് റൂൾസ് ഫോർ മോർ കൺവീനിയന്റ് ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫോർ അലോക്കേഷൻ അമംഗ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ സെഡ് ബിസിനസ്. ആർട്ടിക്കിൾ 77 that Indian Constitution includes conduct of business of government of India, ആ ഒരു ക്ലോസിലൊക്കെ വരുന്ന സംഭവമാണ്. ഇതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. All executive action of the government of India shall be expressed to be taken in the name of പ്രസിഡന്റ് തന്നെയാണ്, പ്രൈം മിനിസ്റ്റർ അല്ല. ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ 1 ഓൺലി, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63, പോളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നോ കോൺഫിഡൻസ് മോഷൻ ഇൻ ഇന്ത്യ. ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദർ ഈസ് നോ മെൻഷൻ ഓഫ് നോ കോൺഫിഡൻസ് മോഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നോ കോൺഫിഡൻസ് മോഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് റൂൾ 198 ഓഫ് ലോക്സഭയിലാണ് നോ കോൺഫിഡൻസ് മോഷൻ, അതിന്റെ പ്രൊസീജിയർ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നോ കോൺഫിഡൻസ് മോഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. A motion of no confidence can be introduced in ലോക്സഭ ഓൺലി. ഈ ഓൺലി എന്ന് പറഞ്ഞ എക്സ്ട്രീം സംഭവം എന്ന് വെച്ച് ഈ സംഭവങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. A motion of no confidence can be introduced only in ലോക്സഭ. ഒരു അത്യാവശ്യം ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ലോക്സഭയിലാണ് നോ കോൺഫിഡൻസ് മോഷൻ ഉള്ളത്, രാജ്യസഭയിൽ ഇല്ല. സോ 1 ഓൺലി ആണ്. സോ രണ്ടും ശരിയാണ്. ബോത്ത് 1 and 2, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. Next question, 64. With reference to neem tree, consider the following statement. Neem oil can be used as pesticide to control the proliferation of some species of insects and mites. ശരിയായിട്ടുള്ളൊരു ആൻസർ ആണ്, ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നീം ലീവ്സിന്റെ വേരിയസ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആന്റി വൈറൽ, ആന്റി പാരസൈറ്റിക്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി കാർസിനോജനിക്, ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സോ ഇമ്മ്യൂൺ അപ്രഗുലേഷൻ ഒക്കെ ഉണ്ട് നീം ട്രീ, നീം ഓയിലിനൊക്കെ. ആൻഡ് അടുത്ത സ്റ്റേറ്റ്മെന്റ്, നീം സീഡ്സ് ആർ യൂസ്ഡ് ഇൻ, നീം സീഡ്സ് ആണ് പറയുന്നത്, നോട്ട് നീം ഓയിൽ, ആർ യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ബയോഫ്യൂൽസ് ആൻഡ് ഹോസ്പിറ്റൽ ഡിറ്റർജൻസ്. കണ്ടാൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, സോ ഡിറ്റർജന്റ് ആയിട്ട് ഉപയോഗിക്കാന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ UPSC ആൻസർ കീയിൽ
ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നീം ഓയിൽ ഹാസ് അപ്ലിക്കേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഉറപ്പായിട്ടും നീം ഓയിലിന് ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അത് യൂസ്ഫുൾ ആയിരിക്കും, അതിന് അപ്ലിക്കേഷൻസ് ഉണ്ടാവാം. സോ 1 and 3 ആണ് ആൻസർ. UPSC ആൻസർ കീഴിൽ 1 and 3 ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 65. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത്? ഇതിന് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ റിലീസ് ചെയ്യാണ്. സോ അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്, ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ആൻഡ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ഗിവൺ ഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. സോ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻ ബി നോക്കിയാൽ ഫ്രീ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സ്റ്റോർഡ്. അറിയാം, ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിൽ. അല്ലാതെ പൊട്ടൻഷ്യൽ എനർജി ടു ഈസ് റിലീസ്ഡ് ടു ഫോം ഫ്രീ എനർജി അങ്ങനെയല്ല. അവിടെ ഒരു ഗ്ലൂക്കോസ് സ്റ്റോറിങ് ആ ഒരു പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 66, സയൻസ് ആൻഡ് ടെക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ അഡീഷൻ ടു ഫിംഗർ പ്രിന്റ് സ്കാനിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പേഴ്സൺ? ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഇന്നും ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഐ മീൻ ടു ദ പ്രിലിംസ് ഓഫ് 2025. ബിക്കോസ് ഇന്ന് UPSC ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ നടത്തണം, ഇത്രയും ഫ്രോഡ് കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇന്ന് ന്യൂസ് പേപ്പറിൽ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടായിരുന്നു. സോ വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ബയോമെട്രിക് ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഫിംഗർ പ്രിന്റ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐറിസ് സ്കാനിങ് എന്താണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും, അതൊരു ഫോം ഓഫ് ബയോമെട്രിക് ടെക്നോളജി തന്നെയാണ്. സോ ഐറിസ് സ്കാനിങ് പറ്റും, റെറ്റിനൽ സ്കാനിങ് പറ്റും. ഫിംഗർ പ്രിന്റ് പോലെ തന്നെ നമ്മുടെ ഓരോ മനുഷ്യന്മാരുടെ യുണീക്ക് പാറ്റേൺ ഓഫ് റെറ്റിന വെച്ച്, യുണീക് പാറ്റേൺ ഓഫ് പേഴ്സൺസ് റെറ്റിന വെച്ച് ഇതൊരു മാപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. വോയിസ് റെക്കഗ്നേഷനും അതുപോലെ ഫിംഗർ പ്രിന്റിംഗ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. സോ 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 67. ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട്, ബയോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നൊരു സംഭവമാണ്, ആൻഡ് എല്ലാത്തവർക്കും കിട്ടും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് റിഗാർഡിംഗ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓഫ് ദ പ്ലാന്റ്? ഈ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് തന്നെ വെജിറ്റേറ്റീവും അസെക്ഷലും ഒക്കെ ഉണ്ട്. അതിൽ ഈ അസെക്ഷൽ പാർട്ടിൽ വരുന്നതാണ് മെയിനായിട്ടും ഈ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന ആ ഒരു സംഭവം, ക്ലോണിങ് ഒക്കെ അതിൽ വരുന്നതാണ്. അതിൽ ഈ അസെക്ഷൽ പാർട്ടിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പേഴ്സൺ ടു അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ടു അതർ പ്ലാന്റ് ആവുമ്പോൾ അവിടെ വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഈ പ്ലാന്റ് ഒന്നില്ലെങ്കിൽ അതിനൊരു ഫ്രാഗ്മെന്റേഷൻ സംഭവിച്ചിട്ടായിരിക്കും അടുത്ത പ്ലാന്റ് ആയിട്ട്, അടുത്ത ചെറിയ പ്ലാന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആകുമ്പോൾ അങ്ങനെയല്ല, അവിടെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം, പ്രോജനിക്ക് ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് അറിയുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സെലക്ട് കറക്റ്റ് ആൻസർ യൂസിംഗ് ദ കോഡ് ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്രൊഡ്യൂസ് ക്ലോണൽ പോപ്പുലേഷൻ. ക്ലോണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സംഭവം, അതുപോലെ തന്നെ വേരിയേഷൻ ഒന്നും ഇല്ലാത്ത സെയിം സംഭവം. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അവിടെ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് ദ വൈറസ്. ഇത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെയും അസെക്ഷൽ റീപ്രൊഡക്ഷന്റെയും ഒക്കെ ഒരു വലിയ ഡീമെറിറ്റ് ആണ്. എന്താണോ അതിന്റെ ഫ്രാഗ്മെന്റ് ആയിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ അതിന്റെ 2 പാർട്ട് ഡിവൈഡ് ചെയ്ത്, ഫ്രാഗ്മെന്റേഷൻ ഒരു മെത്തേഡാണ്, അതിന്റെ 2 ഭാഗമായിട്ടായിരിക്കും മാറുന്നത്. അതിലെന്താണോ ഉള്ളത് ആ സംഭവങ്ങളുടെ എല്ലാം സെയിം ആയിരിക്കും പ്രോജനിയിലും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പാരന്റിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് ഓഫ്സ്പ്രിങ്ങിലും വൈറസ് ഉണ്ടാവും. സോ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ക്യാൻ ബി പ്രാക്ടീസ്ഡ് മോസ്റ്റ് ഓഫ് ദി ഇയർ. പ്രത്യേകിച്ച് അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാ ഇയറും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 1 and 3 ശരിയാണ്, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 68. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? സ്പേസ് ക്രാഫ്റ്റും അതിന്റെ പർപ്പസും തന്നിട്ടുണ്ട്. കറക്റ്റ്ലി മാച്ച് ചെയ്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖസ്നി ഹുയിജൻ, അത് വീനസിലേക്കുള്ള സംഭവമായിരുന്നില്ല. സ്പേസ് പ്രോബ് ടു വിസിറ്റ് സാറ്റേൺ ആയിരുന്നു, നോട്ട് ടു ദ വീനസ്. ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2004 ആ ഒരു പ്രോബ് ഉണ്ടായത്, സാറ്റേണിൽ എത്തിയത്. അടുത്തത് മെസ്സഞ്ചർ മെർക്കുറി മാപ്പിങ്ങിനും ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് മെസ്സഞ്ചർ മെർക്കുറി, അങ്ങനെയാണ് ഞാൻ ഓർത്തു വെച്ചിരുന്നത്. വോയേജർ 1 and 2 എക്സ്പ്ലോറിംഗ് ദ ഔട്ടർ സോളാർ സിസ്റ്റം, ശരിയായിട്ടുള്ളൊരു പേരാണ്. സോ 2 and 3 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് സാറ്റേണിലേക്കുള്ളതാണ്, വീനസിലേക്കുള്ളതല്ല ആയിരുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 69. കൺസിഡർ ഫോളോയിങ് പെയർ. ഒരു റീജിയൻ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ആ റീജിയനിലെ ഫേമസ് ആയിട്ടുള്ള
ക്രോപ്പ് ഏതാണെന്നും കൊടുത്തിട്ടുണ്ട്. അത് മാച്ച് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഏകദേശം ആ ഒരു ജിയോഗ്രഫിക്കൽ റീജിയനിൽ എന്താണ് വരിക എന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അഗ്രികൾച്ചറിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് വൺ കിന്നോർ അരക്കനട്ട് കേട്ടാൽ അറിയാം നമ്മുടെ ആ ഒരു സൗത്ത് റീജിയൻ, കർണാടക, കേരള, പിന്നെ ആസാമിലും ഉണ്ട് അരക്കനട്ട്. സോ ആ ഒരു റീജിയണിലൊക്കെയാണ് മോസ്റ്റ്ലി ഉള്ളത്. സോ കിന്നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലുള്ള ഒരു റീജിയൻ ആണ്, നേരെ ഇതിന്റെ അടുത്ത് പോലും അല്ല. സോ ഇത് റോങ്ലി മാച്ച്ഡ് ആണ്. കിന്നോർ ഈസ് ഫേമസ് ഫോർ ആപ്പിൾസ്, ഹിമാചൽ പ്രദേശ് റീജിയനിൽ. നെക്സ്റ്റ് വൺ മേവത്തിൽ മാംഗോ ഇല്ല. ഹരിയാനയിലാണ് മേവത്ത് ഉള്ളത്. മാംഗോസിന് അത്ര ഫേമസ് അല്ല. അവിടെ അഗ്രികൾച്ചർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉള്ളത്. മാംഗോസ് ഇല്ല പക്ഷെ. ആൻഡ് അടുത്തത് കൊറോമണ്ടൽ റീജിയൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈസ്റ്റേൺ തമിഴ്നാടിന്റെ ഭാഗമായിട്ടാണ് കൊറോമണ്ടൽ റീജിയൻ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിലുള്ള പോലെയൊക്കെ തന്നെയാണ്. റൈസ്, പൾസ്, ഷുഗർ കെയിൻ, പീനട്ട് ഒക്കെ ഉണ്ട്. സോയാബീന്റെ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ നടക്കുന്നത് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആ ഒരു റീജിയനിലാണ്. സോയാബീൻ ഇതിന്റെ മിഡിൽ. സോ ഇതിൽ ഒന്നും തന്നെ കറക്റ്റ് ആയിട്ട് മാച്ച് അല്ല. സോ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി ആണ്, നന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ എക്സാമ്പിൾസ് ഓഫ് കെമിക്കൽ ചേഞ്ച്? അറിയാലോ, ഫിസിക്കൽ ചേഞ്ചും ഉണ്ട്, കെമിക്കൽ ചേഞ്ചും ഉണ്ട്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കെമിസ്ട്രിയിൽ തന്നെ ചേഞ്ച് ഉണ്ടാകുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ മേ ബി സോളിഡ് ഇതായി ലിക്വിഡായി. സോ അവിടെ അതിന്റെ ഒരു കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നില്ല ഫിസിക്കൽ ചേഞ്ചിൽ. കെമിക്കൽ ചേഞ്ചിലാണെങ്കിൽ പെർമനന്റ് ആയിട്ട് ചേഞ്ച് വരുന്നുണ്ട്, അതിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. സോ എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ക്രിസ്റ്റലൈസേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു സോഡിയം ക്ലോറൈഡ് തന്നെയാണ്, അതൊരു വേറൊരു കെമിക്കൽ ആയിട്ടൊന്നും മാറുന്നില്ല. സോ അതൊരു കെമിക്കൽ ചേഞ്ച് അല്ല, അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്താണ്? ഐസ് മെൽറ്റ് ആയാലും അത് H2O തന്നെയാണ്, ഐസ് ആണെങ്കിലും അത് H2O തന്നെയാണ്. അപ്പൊ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നില്ല. പക്ഷേ സോറിങ് ഓഫ് മിൽക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അവിടെ ലാക്ടോസ് ഫെർമെന്റ് ചെയ്ത് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും UPSC പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് അതിന്റെ ആ ഒരു സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് കെമിക്കൽ ചേഞ്ച്, ഏതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന്. സോ 3 ഓൺലി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 71. The power of Supreme Court of India to decide dispute between the center and state is fall under its. സുപ്രീം കോർട്സിന് വ്യത്യസ്ത ജുറിഡിക്ഷൻസ് ഉണ്ട്. സുപ്രീം കോർട്സിനുണ്ട്, ഹൈക്കോർട്സിനുണ്ട്. സോ അതിൽ പെട്ടതാണ് ഒറിജിനൽ ജുറിഡിക്ഷൻ, അപ്പലേറ്റ് ജുറിഡിക്ഷൻ, അഡ്വേഴ്സറി ജുറിഡിക്ഷൻ ഒക്കെ. അതിൽ ഏതൊക്കെയാണ് ഏതിൽ വരുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജുറിഡിക്ഷൻ പറയുന്നത് ആർട്ടിക്കിൾ 131 സോ അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെന്ററും സ്റ്റേറ്റ്സും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ്, അല്ലെങ്കിൽ സെന്ററും ഒരു സ്റ്റേറ്റും വിത്ത് അനദർ സ്റ്റേറ്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, ഇന്റർ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, ഇതൊക്കെയാണ് സുപ്രീം കോർട്ടിന്റെ ഒറിജിനൽ ജുറിഡിക്ഷനിൽ വരുന്നത്. സോ സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഏതിലായിരിക്കും വരുന്നത്? ഒറിജിനൽ ജുറിഡിക്ഷനിലാണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72. Consider the following technique or phenomena. Which of the following above are used to create transgenic crops? ഇതൊരു സയൻസ് ആൻഡ് ബയോടെക്നോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ട്രാൻസ്ജെനിക് ക്രോപ്പ്? അത് ഏതൊക്കെ സംഭവങ്ങളുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്? മുകളിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ട്രാൻസ്ജെനിക് ക്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ? സോ എന്താണ് ട്രാൻസ്ജെനിക് ക്രോപ്പ്? ട്രാൻസ്ജെനിക് ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പിലെ അതിന്റെ ജീനോം ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രോപ്പാണ് ട്രാൻസ്ജെനിക് ക്രോപ്പ്. അപ്പോൾ അതിന്റെ എന്താണ് ഫിസിയോളജിക്കലി ഉള്ള സംഭവങ്ങളിലെല്ലാം മോഡിഫിക്കേഷൻ നടന്നിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ അതിന്റെ ജീനോമിക് ലെവലിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി മാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാൻസ്ജെനിക് ക്രോപ്പ് ആണ്. ഈ സംഭവങ്ങൾ നോക്കാം. ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ഇൻ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിംഗും ഒക്കെ. അതെന്താണ്? നമുക്കറിയാവുന്നതാണ്. ബഡ്സ് മാറ്റി ഒരു പ്ലാന്റിന്റെ ബഡ്സ് മാറ്റി അടുത്ത പ്ലാന്റിന് വെക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. സോ അത് പുറമേ നടക്കുന്ന ഒരു സംഭവമാണ്. അത് എന്താണെങ്കിലും ഒരു ട്രാൻസ്ജെനിക് ക്രോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കിൽ അത് വരില്ല. സോ ഇത് തെറ്റാണ്. നമുക്ക് ഓപ്ഷൻ 1 മാറ്റാം. സോ അടുത്ത് നമുക്ക് ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്നത് ജീൻ സൈലൻസിങ് ആണ്. ജീൻ സൈലൻസിങ് ഉപയോഗിച്ച് ട്രാൻസ്ജെനിക് ക്രോപ്പ് ഉണ്ടാക്കാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതൊരു ജനറ്റിക് ലെവൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ആ ഒരു സംഭവം വെച്ചാൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ എത്താൻ പറ്റും. ഓപ്ഷൻ ഡി ആണ്, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സംഭവം. സൈറ്റോപ്ലാസ്മിക് മെയിൽസ്റ്റെറിക്റ്റും ട്രാൻസ്ജെനിക് ക്രോപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. സോ അതിൽ നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് വെച്ച് കറക്റ്റ് ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 73. Consider the following statements.
മെയ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാർച്ച്. ഇറ്റ് ക്യാൻ ബി എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് കേസിലും ശരിയാവാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമുക്ക് അതിമാത്രം തിയറി അറിയില്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. സോ മെയ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ, നമുക്കതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ എടുക്കാം. മെയ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. സോ അത് ശരിയാണ്. നെക്സ്റ്റ്, ഓയിൽ എക്സ്ട്രാക്ഷൻ ഫ്രം ദ മെയ്സ് ക്യാൻ ബി എ ഫെഡ് സ്റ്റോക്ക് ഫോർ ബയോഡീസൽ, അതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ആൽക്കഹോളിക് ബിവറേജ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മെയ്സ് ഉപയോഗിച്ച് എല്ലാ സംഭവങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ ആൽക്കഹോളിക് ബിവറേജ് നമ്മൾ കണ്ടു വരാറുള്ളതാണ്. സോ മെയ്സിനും അതിനൊരു എക്സെപ്ഷൻ ഉണ്ടാവണമെന്നില്ല. സോ ആൽക്കഹോളിക് ബിവറേജ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മെയ്സ് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ എടുക്കാം. ഓപ്ഷൻ ഡി 1, 2, 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question number 74. Among the following organism, which one does not belong to the class of other three? ബയോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം പാടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് തെറ്റിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനങ്ങനെ എലിമിനേഷൻ ഒന്നും ഇല്ല. സോ ഇത് ബയോളജിയിൽ കിങ്ഡം ഉണ്ട്, ആനിമൽ കിങ്ഡം ഉണ്ട്, പ്ലാന്റ് കിങ്ഡം ഉണ്ട്. കിങ്ഡത്തിന് താഴെ ഫൈലം ഉണ്ട്, ഫൈലത്തിന് താഴെ ക്ലാസ് ഉണ്ട്. ഇതിൽ 3 എണ്ണം സെയിം ക്ലാസ്സിലാണ്, പക്ഷെ ഒരെണ്ണം വേറെ ക്ലാസ്സിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഫൈലം എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഫൈലം ആർത്രോപോഡ്സിലാണ് ഇതെല്ലാം വരുന്നത്. സോ ക്ലാസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫൈലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതിൻ്റെയും ഒരു സബ് ഡിവിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ക്രാബ് ആണ് എക്സെപ്ഷൻ. ക്രാബ് ഇറ്റ് ബിലോങ്സ് ടു ക്രസ്റ്റേഷ്യൻ ക്ലാസ്. ക്രസ്റ്റേഷ്യൻസ് ആണ് ക്രാബ്. ക്രാബിന്റെ പോലെ തന്നെ ലോബ്സ്റ്റർ, ഷ്രിംസ്, വുഡ് ലൈസ് ഒക്കെ വരുന്നത് ക്രസ്റ്റേഷ്യൻ ക്ലാസ്സിലാണ്. ബാക്കിയുള്ള 3 മൈറ്റ്, സ്കോർപിയോൺ, സ്പൈഡർ ഒക്കെ വരുന്നത് അരക്കനിഡ് എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അരക്കനിഡ്സ്. സോ ക്രാബ് ആണ് ഓപ്ഷൻ എ ആണ്, നോട്ട് ബിലോങ്സ് ടു ക്ലാസ് ഓഫ് അതർ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75. പോളിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പവർ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈസ് വെസ്റ്റഡ് ഇൻ. ഇത് അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇത് 2014 ക്വസ്റ്റ്യൻ ആണ്. 2019 സുപ്രീം കോർട്ട് ജഡ്ജസ്, ചീഫ് ജസ്റ്റിസ് അടക്കം 31 34 ആക്കിയത്. സോ അത് സുപ്രീം കോർട്ട് 2019 ബില്ലിലാണ് ഇങ്ങനെ ആക്കി ഈ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർലമെന്റ് ആണ് ഓതറൈസ് ടു റെഗുലേറ്റ് ജഡ്ജസ്. സോ പവർ ഓഫ് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ജഡ്ജസ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഇസ് വെസ്റ്റഡ് ഇൻ പാർലമെന്റ്. പാർലമെന്റിനാണ് ആ ഒരു പവർ ഉള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് question number 76. Consider the following towns of India. Which of the above are famous for the production of traditional sarees or fabric? ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ആർ ഭദ്രചാലം, ചണ്ടേരി, കാഞ്ചീപുരം, കർണാൾ. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ കേട്ട് ശീലിച്ചൊരു പേരാണ് കാഞ്ചീപുരം സാരീസ്. സോ ഈസി ആയിട്ട് ഓപ്ഷൻ 3 ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ എ എലിമിനേറ്റ് ചെയ്യാം. ദെൻ ചണ്ടേരി കാഞ്ചീപുരം അറിയാലോ, തമിഴ്നാട്ടിലാണ്. ചണ്ടേരി സാരീസ് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. വേൾഡ് ഫേമസ് സാരീസ് ആണ് ചണ്ടേരി സാരീസ്. ചണ്ടേരി ഈസ് ഫ്രം മധ്യപ്രദേശ്, MP യിലാണ് ചണ്ടേരി ഉള്ളത്. ആൻഡ് ആൻഷ്യന്റ് ജെയിൻ ടെമ്പിളിനൊക്കെ ഫേമസ് ആണ് ചണ്ടേരി. സോ 2 and 3 എന്താണെങ്കിലും ഉള്ളൊരു ഓപ്ഷൻ ആണ്. സോ നമുക്ക് രണ്ടെണ്ണത്തേക്ക് എത്താം, B and C. ദെൻ ഭദ്രചലം ഈസ് എ പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ. അത് തെലങ്കാനയിലാണ് ഭദ്രചലം ഉള്ളത്. സോ അതൊരു ഹാൻഡിക്രാഫ്റ്റ് റിലേറ്റഡ് പ്ലേസ് അല്ല. ഭദ്രചലം ഈസ് ഇൻ തെലങ്കാന. ഇറ്റ്സ് റിലേറ്റഡ് ടു പിൽഗ്രിമേജ് ഡെസ്റ്റിനേഷൻ ആണ് ഭദ്രചലം. സോ 1 ഇല്ല. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 and 3. UPSCയുടെ ഓപ്ഷൻ നോക്കുമ്പോൾ, എലിമിനേഷൻ ടെക്നിക് നോക്കുമ്പോൾ നമുക്കൊരു PYQ നോക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടിയാലും ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് പോവുകയും അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും ആ സ്ഥലങ്ങളും ആ ഒരു ഓപ്ഷൻസ് ഒക്കെ വരാറുണ്ട്, സെയിം ക്വസ്റ്റ്യൻസ് വരില്ല എന്നേ ഉള്ളൂ. സോ കർണാൾ ഹരിയാന എന്നുള്ളൊരു പ്ലേസ് ആണ്. കർണാൾ ഒരു ആർക്കിടെക്ചറൽ ഏരിയ ആണ്, കൾച്ചറൽ ഹെറിറ്റേജ് ഒക്കെയാണ് കർണാൾ. അത് ഹരിയാനയിലാണ് കർണാൾ. ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് question number 77 ആണ്. കൺസിഡർ ദ ഫോളോയിങ് പെയർ നാഷണൽ ഹൈവേസ് ആൻഡ് കണക്റ്റഡ് സിറ്റീസ്. ഇന്ത്യയിലെ നാഷണൽ ഹൈവേസ് ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേസ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്, റൂറൽ റോഡ്സ് ഉണ്ട്. 4 തരം റോഡ്സ് ആണുള്ളത്. അതിൽ നാഷണൽ ഹൈവേസും അത് കണക്ട് ചെയ്യുന്ന സിറ്റീസും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ഹൈവേ കണക്ടിങ് ചെന്നൈ ആൻഡ് ഹൈദരാബാദ് അല്ല NH4. NH4 ഈസ് എ മേജർ ഹൈവേ ഇൻ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. ഇറ്റ് കണക്ട് ക്യാപിറ്റൽ സിറ്റി ഓഫ് പോർട്ട് ബ്ലെയർ ടു ഡിഗ്ലിപൂർ. NH16 അല്ല, NH16 ഈസ് ഫ്രം സൂറത്ത്
ഇൻ ഗുജറാത്ത് ടു കൊൽക്കത്ത. ഗുജറാത്ത് ടു കൊൽക്കത്തയാണ് NH16. ഇതൊക്കെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള 2 നാഷണൽ ഹൈവേസ് ആണ്, NH4ഉം NH6ഉം. ഓക്കെ, സോ ഇത് രണ്ടും തെറ്റാണ്. നെക്സ്റ്റ് NH15 വിച്ച് ഇസ് കണക്ടിങ് അഹമ്മദാബാദ് ആൻഡ് ജോധ്പൂർ എന്നാണ് പറഞ്ഞേക്കുന്നത്. NH15 ഇറ്റ്സ് നോർത്ത് ഈസ്റ്റിലാണ് NH15 ഉള്ളത്. ആസാമിൽ നിന്ന് തുടങ്ങിയിട്ട് ആസാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടെർമിനേറ്റ് ഇൻ അരുണാചൽ പ്രദേശ്, ആ ഒരു ഏരിയയിലൊക്കെയാണ് NH15 ഉള്ളത്. സോ ഓപ്ഷൻ ഡി നൺ ആണ് ഇതിന്റെ ഉത്തരം, ഒന്നും കറക്റ്റ്ലി മാച്ച്ഡ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 78. കൺസിഡർ ദ ഫോളോയിങ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്. ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഇത് FAOയുടെ ഒരു പ്രോഗ്രാമാണ്, UNന്റെ FAOയുടെ ഒരു പ്രോഗ്രാമാണ്. ആൻഡ് 2001 ഇത് സ്റ്റാർട്ട് ചെയ്തത്. സീഡ് ട്രീറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ട്രീറ്റി ഓൺ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ആണ്. സോ ഇത് ഇന്ത്യ ഒരു സിഗ്നേറ്ററി ട്രീറ്റിയാണ്. ഇത് റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി തന്നെയാണ്. യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ടു കോംബാറ്റ് ഡിസർട്ടിഫിക്കേഷൻ, ഇതൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. ഇറ്റ് വാസ് എഫക്റ്റീവ് ഫ്രം 1996. വേൾഡ്, ഇതും റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി ആണ്. വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ 1972 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് യുനെസ്കോയുടെ അണ്ടറിലുള്ള ഒരു കൺവെൻഷൻ ആണ്. സോളാർ റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ ദ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഓർ ഹാവ് എ ബിയറിംഗ് ഓൺ ദ ബയോഡൈവേഴ്സിറ്റി? സോ ഓപ്ഷൻ 1 and 2, 3 മൂന്നിനും ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എർത്ത് ഹവർ. എർത്ത് ഹവറിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് UNEP ആൻഡ് യുനെസ്കോ. എർത്ത് ഹവർ വേൾഡ് വൈഡ് ഫണ്ടിന്റെ WWFന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അത് ഓർഗനൈസ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ് ആണ് എർത്ത് ഹവർ, നോട്ട് റിലേറ്റഡ് ടു UNEP ആൻഡ് യുനെസ്കോ. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എർത്ത് ഹവർ ഈസ് ഇനിഷ്യേറ്റഡ് ഓർഗനൈസ്ഡ് ബൈ WWF വേൾഡ് വൈഡ് ഫണ്ട്. എർത്ത് ഹവർ സ്റ്റാർട്ട് ചെയ്തത് ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയിലാണ്, അതിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സിഡ്നിയിൽ 2007 എർത്ത് ഹവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ബൈ വേൾഡ് വൈഡ് ഫണ്ട് ആണ്. എല്ലാ വർഷവും ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ച് ആണ് എർത്ത് ഹവർ ആയിട്ട്. സോ എവറി ഇയർ ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ചിലാണ് നടക്കാറുള്ളത്. 8:30 PM ടു 9:30 PM വരെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒഴിവാക്കുക. ഫോർ ദ സേവിങ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ഓഫ് ചെയ്യുന്നതാണ് എർത്ത് ഹവർ, ജസ്റ്റ് 1 hour ഇൻ എവറി ഇയർ. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇറ്റ്സ് എ മൂവ്മെന്റ് ഇൻ വിച്ച് ദ പാർട്ടിസിപ്പൻറ്റ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ഫോർ 1 hour ഓൺ സർട്ടൻ ഡേ എവറി ഇയർ. ശരിയായിട്ടുള്ള ഉത്തരമാണ്. മാർച്ച് ലാസ്റ്റ് സാറ്റർഡേ ഓഫ് മാർച്ചിലാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. സോ 2 ശരിയാണ്. നെക്സ്റ്റ്, ഇറ്റ്സ് എ മൂവ്മെന്റ് ടു റേസ് അവയർനെസ് അബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നീഡ് ടു സേവ് പ്ലാനറ്റ്. സോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് തന്നെ വന്നൊരു മൂവ്മെന്റ് ആണ് എർത്ത് ഹവർ, ഇനിഷ്യേറ്റീവ് ഓഫ് WWF. സോ ഓപ്ഷൻ C, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് ഫുഡ് ചെയിൻ? ഫുഡ് ചെയിൻ അറിയാമല്ലോ, ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും പ്രൊഡ്യൂസറിൽ നിന്നായിരിക്കും, പിന്നെ കൺസ്യൂമർ, അങ്ങനെ ഫുഡ് ചെയിൻ പോകും. സോ പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്രൈമറി പ്രൊഡ്യൂസറായി വരുന്നത് മോസ്റ്റ്ലി പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ക്രസ്റ്റീഷ്യനും ഹെറിങ്സും ഡാറ്റോംസ് ആണ് ഉള്ളത്. ക്രസ്റ്റീഷ്യൻ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്, ക്ലാസ് ഓഫ് ക്രാബ് ആണ്. ആർത്രോപോഡാണ് ക്രസ്റ്റീഷ്യൻ. ഹെറിങ് ഒരു ഫിഷ് ആണ്. ഹെറിങ് ഫിഷ് ടു ഈറ്റ് ക്രസ്റ്റീഷ്യൻ. സോ പ്രൈമറി പ്രൊഡ്യൂസർ ആയിട്ട് വരുന്നത് പ്ലാങ്ക്ടോൺ ആണ്. പ്ലാങ്ക്ടോൺ ആർ ദ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ. ഈ പ്ലാങ്ക്ടോണിൽ ഫൈറ്റോ പ്ലാങ്ക്ടോണിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഡയാറ്റോംസ്. They are unicellular algae and cyanobacteria, they are blue green algae, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫൈറ്റോ പ്ലാങ്ക്ടോണിൽ വരുന്നതാണ്. അപ്പോൾ അവരായിരിക്കും എപ്പോഴും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ആ ഒരു ഫൈറ്റോ പ്ലാങ്ക്ടോണിന്റെ എക്സാമ്പിൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് പ്രൈമറി പ്രൊഡ്യൂസർ വെച്ചാണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നീട് ഡൗട്ട് വരുന്നത് ക്രസ്റ്റീഷ്യൻ ആണോ ഹെറിംഗ് ആണോ ആദ്യം വരുന്നതായിരിക്കും. ആൻഡ് ഹെറിംഗ് ഫിഷ് ആണ്. ക്രസ്റ്റീഷ്യൻ ക്രാബ് ലൈക്ക് ഓർഗാനിസം ആണ്. They are arthropods. So ഡാറ്റംസ് കഴിഞ്ഞ് ക്രസ്റ്റീഷ്യൻ കഴിഞ്ഞ് ഹെറിംഗ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. സോ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നമ്പർ 81. The partition of Bengal made by Lord Curzon in 1905 last until. The options are the First World War, when Indian troops were needed by the British and the partition was ended. First World War നടക്കുന്നത് 1914 തൊട്ടാണ്. And King George V abrogated Curzon's act at Royal Durbar in Delhi 1911. Gandhiji launched his civil disobedience movement in 1930 and the partition of India in 1947. സോ 4 ഇയർ ഉണ്ട്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ലാസ്റ്റഡ് അൺടിൽ 1911 ആണ്. ഒന്നുകിൽ ഇയർ വെച്ച് നോക്കാം, അല്ലെങ്കിൽ തിയറി അനുസരിച്ച് നോക്കാം. സോ കിങ് ജോർജ് V അബ്രോഗേറ്റഡ് Curzon's ആക്ട് അറ്റ് റോയൽ ദർബാർ ഇൻ ഡൽഹി ഇൻ 1911 ആണ്. ഈ ഇയർ തന്നെയാണ് കൊൽക്കത്തയിൽ നിന്ന് ഇന്ത്യൻ ക്യാപിറ്റൽ ഡൽഹിക്ക് മൂവ് ചെയ്തത്. സോ ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 82.
The 1929 session of Indian National Congress is of significance in history of the freedom movement because ചില കോൺഗ്രസ് സെഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കോൺഗ്രസ് സെഷനിൽ ആരായിരുന്നു, ആ പ്ലേസ് എവിടെയായിരുന്നു, അതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു, അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്താണെങ്കിലും പഠിക്കണം. UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ 1929 കോൺഗ്രസ് സെഷൻ ലാഹോറിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺഗ്രസ് സെഷൻ ഒരു പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് ഡിസൈഡ് ചെയ്തത്, അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന ഒരു ലക്ഷ്യം, ആ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയത് 1929 കോൺഗ്രസ് സെഷനിലായിരുന്നു. അത് ലാഹോർ വെച്ചായിരുന്നു ആൻഡ് അതിൻ്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി സ്വരാജ് എന്നൊരു ടേം അഡോപ്റ്റ് ചെയ്തത് കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തത് 1906 സെഷനിൽ വെച്ചായിരുന്നു. സോ അത് നടന്നത് കൽക്കട്ടയിലായിരുന്നു ആൻഡ് ഇതിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. സോ ഈ രണ്ട് സെഷൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. ഇവിടെ അഡോപ്റ്റ് ചെയ്തത് സ്വരാജ് ആണ് ആൻഡ് ഇവിടെ അഡോപ്റ്റ് ചെയ്തത് പൂർണ്ണ സ്വരാജ് ആണ്. അത് ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ the option is option B. Attainment of Purna Swaraj was adopted as a goal of Congress. അതാണ് 1929 സെഷൻ, ലാഹോർ സെഷനിലെ ജവഹർലാൽ നെഹ്റു ആണ് പൂർണ്ണ സ്വരാജ് അഡോപ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 83. വിത്ത് റെഫറൻസ് ടു ഫേമസ് സത്രിയ ഡാൻസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സത്രിയ ഇസ് എ കോമ്പിനേഷൻ ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ. ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സെഞ്ചുറീസ് ഓൾഡ് ലിവിംഗ് ട്രഡീഷൻ ഓഫ് വൈഷ്ണവേറ്റ് ഓഫ് ആസാം. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സത്രിയ ഡാൻസ് ഒരു സത്ര മൊണാസ്ട്രിയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ സത്ര മൊണാസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നിയോ വൈഷ്ണവേറ്റ് മൂവ്മെന്റ് ആണ്. ഇത് സ്റ്റാർട്ടഡ് ബൈ ശ്രീമാന്ത ശങ്കർദേവ് ഇൻ ആസാമിൽ തന്നെയാണ്. സത്രിയ റിലേറ്റഡ് ടു ആസാം ആണെന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ ക്ലാസിക്കൽ രാഗാസ് ആൻഡ് തലാസ് ഓഫ് ഡിവോഷണൽ സോങ്സ് കമ്പോസ്ഡ് ബൈ തുളസിദാസും കബീർ മീരാബായി അല്ല. ഇറ്റ് വാസ് ഡിവോഷണൽ സോങ്സ് കമ്പോസ്ഡ് ബൈ ശങ്കർദേവ, not Tulasidas, Kabir and Mirabai. So Satriya dance is originated in Satra monastery. It's a part of Neo Vaishnavite movement starting Srimanta Shankardev in Assam. ഒരു 15th century AD യിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 84. Chaitra, one of national calendar based on Saga era, corresponds to which one of the following dates of Gregorian calendar in normal year 365 days? So options are 22nd March, 15th May, 31st March, 21st April. So നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ ആണ് ഇത്. സാഗ കലണ്ടറിനെയാണ് നാഷണൽ കലണ്ടർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു ഗ്രിഗോറിയൻ കലണ്ടർ തന്നെയാണ്. ദാറ്റ് 12 months ഒക്കെ തന്നെ സിമിലർ സ്ട്രക്ചർ 12 months തന്നെയാണുള്ളത്, 365 days തന്നെയാണുള്ളത്. സോ ഇതിൻ്റെ ഫസ്റ്റ് മന്താണ് ചൈത്ര. സോ ചൈത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം മാർച്ച് 21 ടു ഏപ്രിൽ 20 ആണ് ചൈത്ര എന്ന് പറഞ്ഞ മന്ത് ഉള്ളത്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ നാഷണൽ കലണ്ടറാണ് സാഗ കലണ്ടർ. അത് ഇന്ത്യയുടെ നാഷണൽ കലണ്ടർ ആയത് 1957 സോ അതിന്റെ ഫസ്റ്റ് മന്താണ് ചൈത്ര മന്ത്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രിഗോറിയൻ കലണ്ടറിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 22nd മാർച്ചിലാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 85. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഹിസ്റ്ററി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്. ഫേമസ് വർക്ക് ഫോർ ദ കൾച്ചർ ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. A grand image of Buddha's Mahaparinirvana with numerous celestial musicians above and sorrowful figures of its followers below. അത് റിലേറ്റഡ് ടു അജന്ത കേവ് തന്നെയാണ്. അജന്ത കേവിലെ കേവ് നമ്പർ 26 അതുള്ളത്. അജന്തയിൽ 29 ബുദ്ധിസ്റ്റ് കേവുകളുണ്ട്. അതിൽ 25 എണ്ണം വിഹാരാസും 4 എണ്ണം ചൈത്യാസ് ഓർ പ്രയർ ഹാൾസ് ഒക്കെയാണ്. സോ അവിടെയുള്ള റിലേറ്റഡ് ടു 200 BC തൊട്ട് 658 AD വരെയാണ് അജന്ത കേവ്സിലുള്ളത്. സോ റിലേറ്റഡ് ആയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. ബുദ്ധാസ് മഹാപരിനിർവാണ അജന്ത കേവ്സിലെ കേവ് നമ്പർ 26 ഉള്ളത്. സോ ഒന്ന് ശരിയായിട്ടുള്ള. നെക്സ്റ്റ് sculpture, a huge image of Varaha avatar of Vishnu as he rescues goddess Earth from the deep and chaotic waters, sculptured on the rock. അത് മൗണ്ട് അബൂലല്ല ഉള്ളത്, ഉദയഗിരി കേവ്സിലാണ് ഉള്ളത്. സോ അടുത്തത് അർജുനാസ് പെനൻസ് ഡിസെൻസ് ഓഫ് ഗംഗ sculptured on surface of huge builders. സോ അതുള്ളത് മഹാബലിപുരം അല്ലെങ്കിൽ മമ്മല്ലപുരം തന്നെയാണുള്ളത്. സോ അതും ശരിയായിട്ടുള്ള പെയറാണ്. സോ 1 and 3 ആണ് ശരിയായിട്ടുള്ള പെയേഴ്സ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 86. ദ ഖദർ അല്ലെങ്കിൽ ഖദർ ഇറ്റ് വാസ് എ റെവല്യൂഷണറി അസോസിയേഷൻ. മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇറ്റ് വാസ് എ റെവല്യൂഷണറി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 87. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഈസിലി കിട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യാസ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ, വാട്ട് ഈസ് കളരിപ്പയറ്റ്? സോ ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് ഭക്തി കൾട്ട് ഓഫ് ശൈവിസം സ്റ്റിൽ പ്രിവാലന്റ് ഇൻ സം പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് സ്റ്റൈൽ ഓഫ് ബ്രോൺസ് ആൻഡ് ബ്രാസ് വർക്ക് സ്റ്റിൽ ഫൗണ്ട് ഇൻ സൗത്തേൺ പാർട്ട് ഓഫ് കൊറോമണ്ടൽ ഏരിയ. അതും തെറ്റാണ്. ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് ഫോം ഓഫ് ഡാൻസ് ഡ്രാമ. തെറ്റാണ്. ഇറ്റ് ഈസ് എൻ ആൻഷ്യന്റ് മാർഷ്യൽ ആർട്ട് ആൻഡ് എ ലിവിംഗ് ട്രഡീഷൻ ഇൻ സം പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ. കേരളയിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു BC 3rd 2nd സെഞ്ചുറി AD-യിലൊക്കെ ഭയങ്കര പ്രിവാലൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു മാർഷ്യൽ ആർട്ട് ഫോമാണ്. ഇന്നും നിലനിൽക്കുന്ന ദ ഓൾഡസ്റ്റ് മാർഷ്യൽ ആർട്ട് ഫോമാണ് കളരിപ്പയറ്റ്. സോ നമുക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 88. കൺസിഡർ ദ ഫോളോയിങ് പെയർ. ഗർഭ ഇസ് എൻ ആർട്ട് ഫോം ഇൻ ഗുജറാത്ത്. ഒരു ഫോക്ക് ഡാൻസ് ആണ് ഗുജറാത്തിലെ ഗർഭ. അത് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഓപ്ഷൻ 1 എന്താണെങ്കിലും ശരിയാണ്. ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മോഹിനിയാട്ടം ഒഡീഷ. മലയാളികൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു പേര് തന്നെയാണ്. കേരളയാണ് മോഹിനിയാട്ടം, നോട്ട് ഒഡീഷ. സോ 2 തെറ്റായിട്ടുള്ള പേരാണ്. 3 യക്ഷഗാന കർണാടകയിലെ ഒരു ട്രഡീഷണൽ തിയേറ്റർ ഫോമാണ്. സോ അതും ശരിയായിട്ടുള്ള ഒരു പേരാണ്. സോ 1 and 3 ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 89. വിത്ത് റെഫറൻസ് ടു ബുദ്ധിസ്റ്റ് ഹിസ്റ്ററി ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് പെയർ. ഫേമസ് ഷ്രൈൻസും അതിന്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മാച്ച് ആയത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താപു മൊനാസ്ട്രി ആൻഡ് ടെമ്പിൾ കോംപ്ലക്സ്. ഇറ്റ് ഈസ് ഇൻ ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലിയിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് ശരിയായിട്ടുള്ളൊരു പേരാണ്. നെക്സ്റ്റ് വൺ ഹോത്സാവ ആൻഡ് ഹഗങ് ടെമ്പിൾ നാക്കോ. ഇത് ലൊക്കേറ്റ് ചെയ്തത് സസ്കർ വാലിയിലല്ല, അത് ഐ തിങ്ക് കിന്നൂർ റീജിയൻ ഓഫ് ഹിമാചൽ പ്രദേശിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തത്. സോ അത് തെറ്റാണ്. സോ നെക്സ്റ്റ് ആൽച്ചി ടെമ്പിൾ കോംപ്ലക്സ് ലഡാക്കിൽ തന്നെയാണ്. ലേ ഡിസ്ട്രിക്ട് റീജിയൻ ഓഫ് ലഡാക്കിലാണ് ഉള്ളത്. സോ ഓപ്ഷൻ 1 and 3 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 19. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ എബോ ഈസ് കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിജാഗ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് ദ ടീച്ചിങ് ഓഫ് സെയിന്റ് ദാദു ദയാൽ. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിജാഗ് വാസ് എ കോമ്പോസിഷൻ ഓഫ് കബീർ. കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിനോഡ് പോയിറ്റ് ആണ്, ഒരു സോഷ്യൽ റിഫോമർ ആണ്. ഡ്യൂറിങ് 15th century ഭക്തി മൂവ്മെന്റ് പുള്ളിയുടെ റൈറ്റിംഗ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഹി വാസ് അഗെയിൻസ്റ്റ് ടു റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സോ പുള്ളിയുടെ ഒരു വർക്ക്സ് ആണ് സഖി ഗ്രന്ഥ്, അനുരാഗ് സാഗർ, ബിജാഗ് ഒക്കെ കബീറിന്റെ വർക്ക്സ് ആണ്. നോട്ട് റിലേറ്റഡ് ടു സെയിന്റ് ദാദുദയാൽ. നെക്സ്റ്റ് വൺ, സോ 1 തെറ്റാണ്. നെക്സ്റ്റ് വൺ, ദ ഫിലോസഫി ഓഫ് പുഷ്ടിമാർഗ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ മാധവാചാര്യ ആണ് പ്രൊപ്പോണ്ട് ചെയ്തതെന്നാണ് പറയുന്നത്. സോ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ് വാസ് പ്രൊപ്പോണ്ടഡ് ബൈ വല്ലഭാചാര്യ, നോട്ട് മാധവാചാര്യ. മാധവാചാര്യ വാസ് വൈഷ്ണവൈറ്റ് ബ്രാഹ്മിൻ ഫ്രം കർണാടക. സോ 2 തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 91. എ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ കോൾഡ് മംഗണിയാസ് ഈസ് വെൽ നോൺ ഫോർ ദെയർ. മംഗണിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റീജിയനിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് രാജസ്ഥാൻ റീജിയനിലെ ജയ്സൽമർ, പാർമർ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി. സോ ഒരു അവരുടെ ഒരു ക്ലാസിക്കൽ പോപ്പ് മ്യൂസിക് ഭയങ്കര ഫേമസ് ആണ്. നെയ്മഡ് കർത്താൽസ് യൂസിങ് ഹാൻഡ്സ് ആൻഡ് ഹെഡ്. സോ അവരുടെ ഒരു റിലീജിയസ് ആൻഡ് സോഷ്യൽ സെലിബ്രേഷനിലൊക്കെ ഉണ്ടാവുന്ന ഒരു ക്ലാസിക്കൽ പോപ്പ് മ്യൂസിക് ആണത്, കർത്താൽസ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയാണ് മംഗണിയാസ്. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാർഷ്യൽ ആർട്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അത് തെറ്റാണ്. മ്യൂസിക്കൽ ട്രഡീഷൻ ഇൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യ ശരിയായിട്ടുള്ള ആൻസർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 92. വാട്ട് വാസ് ഓർ വേർ ദ ഒബ്ജക്ട്സ് ഓഫ് ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ 1858? 1858 പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിവോൾട്ട് ഓഫ് 1857 കഴിഞ്ഞിട്ട് കമ്പനിയുടെ എല്ലാ റൂളും എൻഡ് ചെയ്യുകയും ആൻഡ് അതിന്റെ പവേഴ്സ് ഒക്കെ ബ്രിട്ടീഷ് ക്രൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തൊരു പ്രൊക്ലമേഷൻ ആണ് ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ ഓഫ് 1858. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഡിസ്ക്ലെയിം എനി ഇന്റൻഷൻ ടു അനെക്സ് ഇന്ത്യൻ സ്റ്റേറ്റ് ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ്. ടു പ്ലേസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ, കമ്പനിയുടെ റൂൾസ് എല്ലാം എൻഡ് ചെയ്യാണ് ചെയ്തത്. സോ അത്
ആൻഡ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിൽ കൊണ്ടുവരികയും ചെയ്തു. സോ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടു റെഗുലേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് വിത്ത് ഇന്ത്യ. കമ്പനിയുടെ റൂൾ എൻഡ് ചെയ്യാണ് ചെയ്തത്, നോട്ട് റെഗുലേറ്റ്. കമ്പനി ഇല്ല, ഇന്ത്യ ഈസ് അണ്ടർ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യ ഈസ് അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ. അതായിരുന്നു 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ. സോ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി വാസ്. ഇറ്റ് വാസ് അക്ബറിന്റെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് ഒരു 50-50 എത്തിച്ചേരാൻ പറ്റും. ദ മോസ്റ്റ് ഫോർ ദ യൂസ് ഓഫ് റോയൽ ഫാമിലി. അക്ബറിന്റെ സമയത്ത് അങ്ങനെ ഒരു സംഭവം, അത് ഇബാദത്ത് ഖാന, അത് തെറ്റാണ്. സോ അക്ബേഴ്സ് പ്രൈവറ്റ് പ്രയർ ചേംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അക്ബർ ഒരിക്കലും ഒരു റിലീജിയനെ ഭയങ്കരമായിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. മോർ ഒരു റിലീജിയസ് ഫ്രണ്ട്ലി ആളായിരുന്നു. സോ ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹേൾഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വേരിയസ് റിലീജിയൻ ആണ് ശരിയായിട്ടുള്ളത്. ഇത് രണ്ടും നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വരാം. ഇറ്റ് വാസ് റിലീജിയസ് ഡിസ്കഷൻ ഹാൾ തന്നെയായിരുന്നു. അക്ബർ ഉണ്ടായിരുന്നു ആ ഒരു ഡിസ്കഷനിൽ. ദ ഹാൾ ഈച്ച് അക്ബർ ഹേൾഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വേരിയസ് റിലീജിയൻ. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അല്ലാതെ ഒരു റിലീജിയസ് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒന്നും ആയിരുന്നില്ല ഇബാദത്ത് ഖാന. ഇബാദത്ത് ഈസ് പ്രയർ. സോ ബട്ട് അതൊരു അക്ബറിന്റെ ഒരു പ്രൈവറ്റ് പ്രയർ ചേംബർ ഒന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് a hall in which Akbar held a discussion with the scholars of various religions. Next question, question number 94. In the context of food and nutritional security of India, enhancing seed replacement rate of various crops helped in achieving the food production target of the future. But what is or are the constraints in its wider, greater implementation? So, statement ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് നോ നാഷണൽ സീഡ് പോളിസി ഇൻ പ്ലേസ്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ദർ വാസ് എ നാഷണൽ സീഡ് പോളിസി ഇൻ 2002. സോ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും ആണ്. സോ അത് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദർ ഈസ് നോ പാർട്ടിസിപ്പേഷൻ ഫോർ ദ പ്രൈവറ്റ് സെക്ടർ സീഡ് കമ്പനീസ് ഇൻ സപ്ലൈ ഓഫ് ക്വാളിറ്റി സീഡ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഓഫ് ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അങ്ങനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ബട്ട് ദർ വാസ് എ പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ, പക്ഷെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതും തെറ്റാണ്. നെക്സ്റ്റ് വൺ, ദർ ഈസ് എ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് റിഗാർഡിംഗ് ക്വാളിറ്റി സീഡ് ഇൻ കേസ് ഓഫ് ലോ വാല്യൂ ആൻഡ് ഹൈ വോളിയം ക്രോപ്സ്. ഏതൊക്കെയാണ് ക്രോപ്സ്? വീറ്റും റൈസും പോലുള്ള ലോ വാല്യൂ ഹൈ വോളിയം ക്രോപ്സിന്റെ കേസിൽ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് റിഗാർഡിംഗ് ക്വാളിറ്റി സീഡ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് ഉണ്ടായിരുന്നു. ദർ വാസ് എ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് റെക്കോർഡിംഗ് quality of seed in case of low value and high volume crops such as wheat and rice. അതുകൊണ്ട് തന്നെ farmers prefer to use their own preserved seeds due to the high demand and supply gap. So option 3 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95. എൻവയോൺമെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു എക്കോ സെൻസിറ്റീവ് സോൺസ്. എക്കോ സെൻസിറ്റീവ് സോൺസ് എന്താണ്? പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ ഒരു 10 കിലോമീറ്റേഴ്സ് ചുറ്റളവിലുള്ള ഒരു ഏരിയാസിനെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയാസ് ആണ് എക്കോ സെൻസിറ്റീവ് സോൺസ്. ദ ആർ എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയാസ് ആണ്. സോ അതൊരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്ന, നോർമൽ ഏരിയാസിന്റെയും പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെയും ഇടയ്ക്കുള്ള ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ ആണ് എക്കോ സെൻസിറ്റീവ് സോൺസ്. ഇത് അനൗൺസ് ചെയ്തത്, നോട്ടിഫൈ ചെയ്തത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് EPA 1986 സെക്ഷൻ 3 വഴിയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. സോ ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. എക്കോ സെൻസിറ്റീവ് സോൺസ് ആർ ദ ഏരിയാസ് ആർ ഡിക്ലെയർഡ് അണ്ടർ WPA വഴിയല്ല ഇത് അനൗൺസ് ചെയ്തത്, EPA 1986 വഴിയാണ്. സോ ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പർപ്പസ് ഓഫ് declaration of eco-sensitive zone is to prohibit all kind of human activities in those zones except agriculture. So ചില സെർട്ടൈൻ ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഏരിയാസിൽ ബാൻഡ് ആണ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. പക്ഷേ അഗ്രികൾച്ചർ മാത്രമല്ല, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ പ്രാക്ടീസസ് ബൈ ദ ലോക്കൽ കമ്മ്യൂണിറ്റീസ്, ഓർഗാനിക് ഫാമിംഗ്, ബ്രെയിൻ ഹാർവെസ്റ്റിംഗ്, സയന്റിഫിക് റിസർച്ച്, ടൂറിസം ഒക്കെ എക്കോ സെൻസിറ്റീവ് സോൺസിൽ പെർമിറ്റഡ് ആണ്. അഗ്രികൾച്ചർ മാത്രമല്ല. സോ അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെയ്തർ 1 nor 2 ആണ്, രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റിഗാർഡിംഗ് എക്കോ സെൻസിറ്റീവ് സോൺസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എന്താണെങ്കിലും പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 96. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ EPA 1986. നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് മനസ്സിലാവും. EPA വഴിയല്ല, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയല്ല ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് ക്വാലിറ്റി ഓഫ് ആനിമൽ ആക്ട് 1968. In 1962 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ EPA ആക്ട് 1986. സോ
അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ 2005 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. സോ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ഇതിന്റെ ചെയർപേഴ്സൺ, ആൻഡ് ഇതിന്റെ വൈസ് ചെയർപേഴ്സൺ യൂണിയൻ മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ്. സോ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി 2 and 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 97. കൺസിഡർ ഫോളോയിങ് പെയർ വൈറ്റമിൻ ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് തന്നെയാണ് സ്കർവി, സി ഫോർ സ്കർവി. ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബോൺ റിലേറ്റഡ് ഡിസീസ് ഒക്കെ. സോ റിക്കറ്റ്സ്, ഓസ്റ്റിയോമാലേഷ്യ, അതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ആൻഡ് മൈൽഡ് ഹീമോലിറ്റിക് അനീമിയ ഇൻ ന്യൂ ബോൺ, അതൊക്കെയാണ് ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത്, ഡിസീസ് ആയിട്ട് വരുന്നത്. സോ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിനിപ്പോൾ അത് അറിയില്ലെങ്കിലും നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് റിലേറ്റഡ് ടു വൈറ്റമിൻ എ ആണ്. കൺ റിലേറ്റഡ് സാധനങ്ങളൊക്കെ വൈറ്റമിൻ എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ കറക്റ്റ്ലി മാച്ച് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ 1 and 2 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Question number 19. There is some concern regarding nanoparticle of some chemical element that are used by industry in manufacture of various product. Why? Nanoparticlesന്റെ demerits എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Select the correct answer. So they can accumulate in environment and contaminate water and soil. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. They can, ഇതൊരു നെഗറ്റീവ് രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ദേ കനോട്ട് അക്യുമുലേറ്റ് ഇൻ എൻവയോൺമെന്റ് ആൻഡ് കണ്ടാമിനേറ്റ് വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുകയാണെങ്കിൽ നാനോ പാർട്ടിക്കിളിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവമൊന്നും എൻവയോൺമെന്റിന് ഉണ്ടാവില്ല. സോ ദേ ആർ കുറച്ച് ഡിമെറിറ്റ്സ് ഉള്ള സംഭവങ്ങൾ തന്നെയാണ് നാനോ പാർട്ടിക്കിൾ. 1 to 100 നാനോമീറ്റർ ഉള്ള ഒരു പാർട്ടിക്കിളാണ്, മാറ്റർ പാർട്ടിക്കിളാണ് നാനോ പാർട്ടിക്കിൾ. സോ ഇത് ദേ ക്യാൻ അക്യുമുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ദേ ക്യാൻ എൻ്റർ ദ ഫുഡ് ചെയിൻ. ഇത്രയും ചെറിയ പാർട്ടിക്കിളാണ്, അവർക്ക് ഫുഡ് ചെയിനിക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ ട്രിഗർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1, 2, 3 ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 99. Which of the following organization bring out publication known as World Economic Outlook? World Economic Outlook IMFന്റെ, ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMFന്റെ ഒരു പബ്ലിക്കേഷൻ ആണ്. ഒരു ഇയറിൽ ട്വൈസ് അവർ റിലീസ് ചെയ്യും. ഏപ്രിലും ഒക്ടോബറിലും കൺട്രീസ് അവരുടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യും. സോ IMFന്റെ പബ്ലിക്കേഷൻ ആണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 100. With reference to union budget, which of the following is or are covered under non-planned expenditure? പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം പ്ലാനിങ് എക്സ്പെൻഡിച്ചറിലും പ്ലാനിങ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിലും വരുന്നതാണ്. സോ ഇതെല്ലാം പ്ലാനിങ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻഡിച്ചർ ആണ്. 1, 2, 3, 4 ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, സാലറി പേയ്മെന്റ്, സബ്സിഡി പേയ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 and 4. ക്വസ്റ്റ്യൻ ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ദിസ് വാസ് ക്വസ്റ്റ്യൻ പേപ്പർ 2014 ആയിരുന്നു.